പിന്നെന്താ, ഇന്ന് SSC CPO 5/10/2023. ഇത് ഷിഫ്റ്റ് 2 ആണ്. ഇതിനകത്ത് മാത്സിൻ്റെ എല്ലാ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. ഇതാണ് ആദ്യത്തെ പ്രോബ്ലം. തന്നേക്കുന്ന ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഇയർലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10, 100, 1000, 10, 3 ലക്ഷമാണ്. ബാക്കിയെല്ലാം എക്സ്പെൻസിനെ വെച്ച് നോക്കുമ്പം റെൻറ്റ്, അതായത് ഇതിന് 20% എന്തുമാത്രം കൂടുതലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റെൻറ്റ് എത്ര? റെൻറ്റ് 20%. ഇത് എത്ര? ഇത് റെൻറ്റ്. ഇനി അതർ എക്സ്പെൻസസ് എത്രയാണ്? അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്രയാണ്? ഇവിടെ ഈ മഞ്ഞ 10%. എത്രയാണ് കൂടുതൽ? 10% കൂടുതലാണ്. എത്രയിലാണ്? 10% ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്രയാണ്? 100% ഉത്തരം. ഓപ്ഷൻ 4. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒരു പുള്ളി 2 കാർ വാങ്ങി 60,000 ഈച്ച്. പക്ഷെ ഒന്നെന്താണ്? ഒന്ന് 20% ലാഭത്തിലും മറ്റേത് 20% നഷ്ടത്തിലും. അങ്ങനെയാണ് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഈസ് ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20% ലാഭം, 20% നഷ്ടം. സെയിം ലാഭം സെയിം നഷ്ടം എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അതായത് -20 × 20/100 ചെയ്താൽ മതി. A²/100. അപ്പോൾ എത്ര? -4 വരും. 4% നഷ്ടം. ഇവിടെ സക്സസീവ് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു -20 ഒരു +20 വരുന്നേ ഉള്ളൂ. അത് തമ്മിൽ ക്യാൻസലായി പോകും. ഇനി കോസ്റ്റ് പ്രൈസ് രണ്ടും സെയിം ആണ്. സെല്ലിംഗ് പ്രൈസ് വ്യത്യാസം വരുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച പോലെ സക്സസീവ് ഡിസ്കൗണ്ട് ഉപയോഗിക്കും. ഇനി സെല്ലിംഗ് പ്രൈസ് ആണ് രണ്ടും സെയിം. കോസ്റ്റ് പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വേറെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. അതേതാ ഇക്വേഷൻ? അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? അത് 100 × x + y + 2xy / 200 + x + y ആണ്. എക്സും വൈയും എന്താ? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ്. അപ്പോൾ ഇതൊരു 10%, 20% ആണ്. എക്സിനും വൈക്കും 20% ഇട്ട് കൊടുത്താൽ മതി. ഇനി വൈ ഒരു ലോസ് -20 ആണെങ്കിൽ ഇവിടെ മൈനസ് ആവും, ഇവിടെ മൈനസ് ആവും, അതുപോലെ ഇവിടെ മൈനസ് ആവും. അത്ര ഇക്വേഷൻ്റെ വ്യത്യാസം വരുത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി LCM ഓഫ് 96, 132, 438 ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ LCM എടുക്കാം. അപ്പം 96, 132, 438. അപ്പം ഇതെല്ലാം 4 കൊണ്ട് വെട്ടി എത്ര? 4 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. കാരണം 438 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അപ്പം ഇവിടെ ഇത് 2 കൊണ്ട് വെട്ടാൻ എല്ലാത്തിനെ. ഇവിടെ എന്താ? 48 വരും. 132/2 ചെയ്താൽ എത്ര? 2 എന്ന് പറഞ്ഞാൽ 66 വരും. 438/2 എത്ര? 219. ഇത് ഇതിനെ എല്ലാത്തിനും ഞാൻ 3 കൊണ്ട് വെട്ടിയാൽ എത്ര? 48 / 3 16 വരും. 66 / 3 ചെയ്താൽ എത്ര? 22 വരും. 719 / 3 ചെയ്താൽ 73 വരും. 73 എന്ന് പറഞ്ഞാൽ അത് പ്രൈം നമ്പറാണ്. അപ്പം 73 കൊണ്ട് മാത്രമേ ഡിവൈഡ് ആവത്തുള്ളൂ. അപ്പം ഇനി 16, 22 നോക്കിയാൽ ഇപ്പം 2 കൊണ്ട് വെട്ടിയാൽ എത്രയാണ്? 8 വരും. ഇവിടെ 11 വരും. ഇനി 73 അങ്ങനെ തന്നെ എഴുതിക്കോളാം. അപ്പോൾ ഇവിടെ ഇനി എന്താ? ഇനി ഞാൻ 8 കൊണ്ട് ചെയ്ത ഇവിടെ 1 വരും, 11 വരും, 73 വരും. LCM എത്ര? 2 × 3 × 2 × 8 ഇനി ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 11 × 73 ആണ്. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. 3 × 2 ചെയ്യുമ്പോൾ 6 വരും. 6 × 2 12. 12 × 8 ചെയ്താൽ എത്ര? 2 16 വരും. അപ്പം 6 വരും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 × 1 6 വരും. 3 18 വരും. യൂണിറ്റ് ഡിജിറ്റ് 8 വരും. അപ്പം
8 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഏതാ? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതാണ് ഫോർത്ത് ഓപ്ഷൻ. അതായത് 77,088 കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 3 പേരുടെ എലക്ഷൻ മത്സരിച്ച കാര്യം പറയുന്നത്. ഒരാൾക്ക് ഇത്രയും വോട്ട് കിട്ടി, 3 പേർക്ക് ഇത്രയും വെച്ച് വോട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ഡിഡ് ദ വിന്നിങ് കാൻഡിഡേറ്റ്സ് ഗെറ്റ്? അത്രയുള്ള വിന്നിങ് ചെയ്ത ആൾക്കാരായിരിക്കും, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി, അയാളായിരിക്കും ജയിച്ചത്. അപ്പോൾ അയാൾക്ക് എത്ര വോട്ട് കിട്ടി? 11,628 വോട്ട് കിട്ടി. ഡിവൈഡഡ് ബൈ എല്ലാം കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ 11,628 പ്ലസ് 7,638 7,638 പിന്നെന്താണ് 11,36 16 16 6 22 വരും. 2 3 3 6 6 2 8 8 2 10 1 6 6 12 14 7 2 9 10. അതായത് ഇത്രയും വോട്ടാണ് ടോട്ടൽ വോട്ട്. 20,402. മൊത്തം 20,402 വോട്ട് പോൾ ചെയ്തതിൽ 11,622 ജയിച്ച ആൾക്ക് കിട്ടി. ഇതിനെ ഞാൻ രണ്ടിടത്തും 2 കൊണ്ട് വിട്ട് എത്രയാണ്? 5,814 വരും. അല്ലെങ്കിൽ വേണ്ട, അത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ മതി. കാരണം 50% മുകളിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് 10,000 വരുമായിരുന്നെങ്കിൽ നമുക്ക് പറയാനും ഏകദേശം 50% എന്ന് പറയാനും. 10,000-ന് മുകളിലാണ് ഈ 11,628 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ 50%-ന് മുകളിലാണെന്ന് മനസ്സിലായി. 50%-ന് മുകളിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 57% എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ പുള്ളിക്ക് റാമിന് എത്രയാണ്? 12 ഹെന്നുണ്ട്, 5 കൗണ്ട്. ഇനി ശ്യാമിന് എത്രയാണ്? ശ്യാമിന് 18 ഹെന്നുണ്ട്, 9 കൗണ്ട്. പ്രീതത്തിന് എത്രയാണ്? 4 ഹെന്നുണ്ട്, 8 കൗണ്ട്. ഇനി വിനയ്ക്ക് എത്രയാണ്? 10 ഹെന്നുണ്ട്, 7 കൗണ്ട്. ഹൂ ഹാസ് എ ഗ്രേറ്റർ റേഷ്യോ ഓഫ് ഹെൻ ടു കൗസ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം കൗസിനെ വെച്ച് നോക്കുമ്പോൾ ഹെൻസ് കൂടുതലുള്ള ആർക്കാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ കൗസിനെ വെച്ച് നോക്കുമ്പോൾ 3 കൂടുതലുള്ള ഹെൻസ്, ഇവിടെ 4 കൂടുതലുള്ള, ഇവിടെ 9 കൂടുതലുള്ള, ഇവിടെ എത്ര? 7 കൂടുതലുള്ള. ശ്യാമല്ല ആൻസർ. ഇവിടെ എന്താണ്? റേഷ്യോ ഏറ്റവും ലോസ്റ്റ് ഫോമിലോട്ടാക്കണം. അപ്പം എങ്ങനെയാണ്? 2 ഞാൻ 4 കൊണ്ട് വെട്ടുമ്പോൾ എത്ര? 1 2 വരും. ഇവിടെ 2 9 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 1 2 വരും. ഇനി ഇവിടെ കമ്പയർ ചെയ്യാം. കൗവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയാണ്? 1 കൂടുതലുള്ളൂ, ഇവിടെ 3 കൂടുതലുള്ളൂ, ഇവിടെ എന്താ 1 കൂടുതലുള്ളൂ, ഇവിടെ എത്രയാണ്? 7 കൂടുതലാണ്. അപ്പം ഇവിടെ ഇത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാ? റാമാണ്. അപ്പം റാമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ സ്പിയർ ആൻഡ് അനദർ സോളിഡ് ഹെമിസ്ഫിയർ ഹാവ് ദ സെയിം സർഫസ് ഏരിയ, ദ റേഷ്യോ ഓഫ് ദെയർ വോളിയം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ എത്രയാണ്? അത് 4πr². അത് ഈക്വൽ ടു എന്താണ്? സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഈ ഒരു ഭാഗങ്ങളെ കൂട്ടണം. അതായത് 4πr² പകുതി, അതായത് 2πr² പ്ലസ് πr² കൂടെ ഉണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാണ് ചെയ്യുമ്പോൾ 3πr² ആവും. അപ്പോൾ ഈക്വൽ ടു 3πr² വരും. ഇനി ഇവിടെ എന്താ? ഈ രണ്ടിൻ്റെ റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ R1 എന്നും R2 എന്നും എടുത്തോളാം. ഇവിടെ നമുക്ക് R1/R2 എടുക്കണം. നേരത്തെ എന്താ വരുന്നത്? ഇവിടെ പയ്യും കട്ട് ചെയ്ത് പോയി 3/4 എന്ന് വരും. സ്ക്വയർ ഉണ്ട്, R1² അല്ല, നമുക്കിത് മാച്ച് കളയാം. അപ്പം ഇത് R1²/R2² ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പം R1/R2 കാണണമെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്താൽ √3/√4 വരും. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ √3/2 വരും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദ വോളിയംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4/3πr³ ആണ് എന്ത് സ്പിയറിൻ്റെ വോളിയം വരിക. ഇത് വോളിയം ഓഫ് ദ സ്പിയർ ആണ്. വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ
ഇനി വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എത്രയാണ്? അത് ഇതിൻ്റെ പകുതി വരും, 4/3πr³ വരും. അപ്പം റെസിപ്രോക്കൽ എടുത്ത് മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ എത്രയാണ്? 4/3πr³ × 1/2 വരും. അപ്പോൾ ആ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് പോയാൽ എത്രയാണ്? 2/3πr³ വരും. ഇതാണ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം. 3ഉം 3ഉം കട്ട് ചെയ്ത് പോയി, പയ്യും കട്ട് ചെയ്ത് പോയി. 6 വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് R1, ഇത് R2 ആണ്. ഇത് എങ്ങനെയാണ് വരുന്നത്? വോളിയം ഓഫ് ദ സ്ഫിയർ ബൈ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 4/2 × R1³ വരും. ഇത് വെട്ടിപ്പോയാൽ എത്ര? 2 ബാക്കി എവിടെ വരും? അതായത് വോളിയം ഓഫ് ദ സ്ഫിയർ ബൈ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ഈക്വൽ ടു 2 × R1/R2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? √3/2 ആണ്. അപ്പോൾ √3/2 3³ വരും. ഇത് ചെയ്താൽ എത്രയാണ്? √3യുടെ സ്ക്വയർ എടുത്താൽ 3 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു √3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 3√3/8 വരും. അപ്പോൾ ഇതും വെട്ടിപ്പോയി 1 വരും, 4 വരും. മുകളിൽ കിടക്കുന്നതാണ് വോളിയം ഓഫ് ദ സ്ഫിയർ, താഴെ കിടക്കുന്നതാണ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. അതിൻ്റെ റേഷ്യോ എത്രയാണ്? 3/4 എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സിലിണ്ടർ തന്നിട്ടുണ്ട്. ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്നായി വെച്ചേക്കുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എത്രയാണ്? 2πr/h ആണ്. ഈക്വൽ ടു എത്രയാണ്? 660 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം 660ഉം 2ഉം കൂടെ വെട്ടിപ്പോയാൽ എത്രയാണ്? 330 വരും. 330 /15 ചെയ്താൽ എത്രയാണ്? എന്ന് പറഞ്ഞാൽ 22 വരും. അതായത് πr-ൻ്റെ വാല്യൂ 22, r-ൻ്റെ വാല്യൂ എത്രയാണ്? r-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 22/π-യുടെ വാല്യൂ 22/7. സംഭവിക്കുന്നത് ഇത് തിരിഞ്ഞ് ഇൻറ്റു 7/22 ആവും. റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ആവും. ഇവിടെ 22 ക്യാൻസലായി പോയി. r-ൻ്റെ വാല്യൂ എത്രയാണ്? 7 എന്ന് കിട്ടും. ഇവിടെ ഈ r-ൻ്റെ വാല്യൂ 7 ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിച്ചാൽ മതി. അതായത് πr² ആണ്. അതായത് 22/7 × 7 × 7 × h എത്രയാണ്? 15. അപ്പോൾ ഒരു 7 കട്ട് ചെയ്ത് പോയി. ഡിജിറ്റ് പോകുമ്പം 7 5 35, 5 × 2 10 വരും. എല്ലാം 0 കൊണ്ടുമല്ലേ ചെയ്ത് നോക്കേണ്ടി വരും. 22 × 7 ചെയ്താൽ 14, 1 7 2 14, 154, 154 × 15 ചെയ്താൽ എത്രയാണ്? 154 × 10 ചെയ്താൽ എത്രയാണ്? 1540 വരും. 54 × 5 ചെയ്താൽ മതി. 154 × 5 ചെയ്താൽ മതി. 4 × 5 ചെയ്യുമ്പോൾ എത്ര? ഇതിൻ്റെ പകുതിയാണ്. 1540ൻ്റെ പകുതി എടുത്ത് 770 വരും. അതെടുത്ത് ഇവിടെ കൂട്ടിയാൽ മതി. 0 7 4 11 1 5 12 1 13 2370 ആണോ വരുന്നത്? 2310 ആണ്. ഇത് 1 ആട്ടോ. 7 4 11 വരുന്നത്. ഞാൻ 1 എഴുതിയത് 10 വായിച്ചത്. അപ്പം 2310 ആൻസർ, ഓപ്ഷൻ ബി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റേഡിയസ് 3 ഹൈറ്റ് 4 ഉള്ള ഒരു കോണിൻ്റെ സർഫസ് ഏരിയ എന്താ വരിക എന്ന് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അത് ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് എന്താണ് താഴത്തെ ആ ഒരു സർക്കിളിൻ്റെയും കൂടെ വരും. ഈ ഒരു ഏരിയ വരും, പിന്നെ ഈ ഒരു ഏരിയ വരും. അത് വരുമ്പോൾ πr പ്ലസ് എന്താണ് πr² വരും. നമുക്ക് ഇവിടെ ഒരു പുതിയ പ്രശ്നമുണ്ട്. എൽ അറിയത്തില്ല, എൽ കാണണം. ഒരു കോൺ എടുക്കുമ്പോൾ ഇതാണ് എൽ. അപ്പം ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്?
ഇത് 4 തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്. 3 4 കാണുമ്പോൾ തന്നെ അറിയാം 3 4 5 ട്രിപ്ലറ്റ്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടനസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ എല്ലിൻ്റെ ലെങ്ത് എത്ര, 5 വരും. അപ്പോൾ എല്ല് കണ്ടുപിടിച്ചത് ഇത് പ്ലഗ് ഇൻ ചെയ്താൽ മതി. ഞാൻ ആദ്യം എന്താ πr എടുത്ത് പുറത്ത് വയ്ക്കാൻ പോവാം. πr എടുത്ത് പുറത്ത് വെച്ചാൽ എന്താ L പ്ലസ് R വരും. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ 10⁻7 ഇൻറ്റു R എത്രയാണ്, 3 അറിയാം, ഇൻറ്റു L എത്രയാണ്, 5 പ്ലസ് R 3 ഇതാ മതി. 22/7 ഇൻറ്റു 3 ഇൻറ്റു 8 വരും. യൂണിറ്റ് ഡിജിറ്റ് ഇത് എത്ര, 3 2 6 വരും, 6 8 48 വരും. 8 യൂണിറ്റ് ഡിജിറ്റ് വരും. ഡിനോമിനേറ്ററിൽ 7 വരും. അങ്ങനെ നോക്കുമ്പോൾ മറ്റേ ഓപ്ഷനാണ് ഓപ്ഷൻ 4. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ജൂലി ആൻഡ് സോമ സ്റ്റാർട്ടഡ് ഫ്രം ദ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് വാക്ക് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ ജൂലി എന്താ, ജൂലി വാക്സ് 4 കിലോമീറ്റർ ഫാസ്റ്റർ ദാൻ സോമ. ആഫ്റ്റർ 4 hours they are 40 kilometers apart. How far did each walk എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂലി വാക്സ് 4 കിലോമീറ്റർ ഫാസ്റ്റർ ദാൻ സോമ. ഇവർ തമ്മിലുള്ള കിലോമീറ്റർ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്ററാണ്. ഹൗ ഫാർ. അപ്പോൾ ഓക്കെ, റിലേറ്റീവ് സ്പീഡ് എന്താണ് 4 വരണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് തമ്മിൽ കുറയ്ക്കുമ്പോഴാണ് 4 വരേണ്ടത്. 8 4 ഇതെല്ലാം 4 ആണല്ലോ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരാളുടെ സ്പീഡ് എക്സ് എന്ന് എടുക്കാം, മറ്റേ ആളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി എന്താവും, എക്സ് പ്ലസ് 4 ആവും. ഇനി റിലേറ്റീവ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇത് രണ്ടും കൂടെ കൂട്ടുക വേണ്ടേ, കാരണം എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 4 ഇത് എത്രയാണ്, 2x + 4 വരും. ഈ 2x + 4 എത്ര, ഇത് റിലേറ്റീവ് സ്പീഡാണ്. ഈ സ്പീഡിൽ എത്ര മണിക്കൂർ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 4 hours പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താ, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഈ സ്പീഡ് നമുക്കറിയാം, ടൈം നമുക്കറിയില്ല. സ്പീഡ് ഇങ്ങനെ രീതിയിലാണ് കിടക്കുന്നത്. അപ്പം ഡിസ്റ്റൻസ് നമുക്കറിയാം 40 കിലോമീറ്റർ എന്നറിയാം. സ്പീഡ് എത്രയാണ്, 2x + 4 ഇൻറ്റു ടൈം എത്രയാണ്, 4 മണിക്കൂർ. ഇതിനകത്ത് സോൾവ് ഫോർ x ചെയ്യണം. ഈ 4 അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 8x + 16 വരും. 40 - 16 ചെയ്ത് എത്ര, 24 ഈക്വൽ ടു 8x. x ഈക്വൽ ടു എത്രയാണ്, 24/8 വരും. 8 3s are 24. അപ്പം 3 km/h ആണ് കിട്ടി എക്സിൻ്റെ സ്പീഡ്. മറ്റേ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, ഇതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. അപ്പം 4 3 7 വരും km/h. ഇതാണ് അവരുടെ രണ്ടുപേരുടെ സ്പീഡ്, 7 3. ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷനാക്കി ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഈ പുള്ളിയുടെ 650 കിലോ വീറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു ഭാഗം എന്താ 9% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്, പിന്നത്തെ ഭാഗം 19% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. ഓവറോൾ അയാൾക്ക് എത്രയാണ്, 15% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. പ്രോഫിറ്റ് ടു ഗെറ്റ് 15% ആണ് ഹോൾ. മൊത്തം അയാൾക്ക് 15% പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയാണ് വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് സോൾഡ് ബൈ അരവിന്ദ് അറ്റ് 9% പ്രോഫിറ്റിനാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ 9%, ഇവിടെ എത്ര 19%. ഓരോ ആൾക്ക് എത്രയാണ് 15% പ്രോഫിറ്റ് വേണം. നമ്മൾ അലിഗേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം 19 15 പോയാൽ എത്രയാണ്, 4 കിട്ടും. ഇവിടെ 15 9 പോയാൽ എത്രയാണ്, 6 കിട്ടും. അപ്പം ഇത് വെട്ടിക്കുറച്ച് എത്രയാണ്, 2/3 വരും, 2:3 വരും. 9% പ്രോഫിറ്റിന് വിറ്റത് എത്ര കിലോ ആണോ അതിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. ഇവിടെ 19 കിലോ പ്രോഫിറ്റിന് എത്ര എണ്ണം വിൽക്കണോ, എത്ര കിലോ വിൽക്കണോ അതിൻ്റെ റേഷ്യോ ആണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, ഇയാളുടെ കയ്യിൽ മൊത്തം എത്ര കിലോ ഉണ്ടെന്നാവും. 5 കിലോയുടെ വാല്യൂ നമുക്ക് എടുക്കാം. അതായത് 3 2 കൂടെ കൂട്ടിയാൽ 5 കിലോ. 5 കിലോയുടെ വാല്യൂ 650. 1 കിലോയുടെ വാല്യൂ കിട്ടാൻ എത്ര, 650 / 5 ചെയ്താൽ മതി. 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 130. ഇവിടെ ചോദിച്ചേക്കുന്നതാ, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഇൻ കിലോ ഓഫ് വീറ്റ് സോൾഡ് ബൈ അരവിന്ദ് അറ്റ് 9% പ്രോഫിറ്റിനാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ കാര്യം ചോദിച്ചേക്കുന്നത്. അപ്പം 2 യൂണിറ്റിന്
കാണാൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. 130 ഇരട്ടി എടുത്താൽ 260 കിലോ എന്ന് കിട്ടും. ഇതാണ് ആൻസർ, ഓപ്ഷൻ ഫസ്റ്റ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അലിഗേഷൻ ഉപയോഗിച്ചാൽ മതി. അലിഗേഷനാണ് ബെസ്റ്റ് മെത്തേഡ്. അല്ലാതെയൊക്കെ ചെയ്യാൻ നോക്കിയാൽ കുറേ നേരം എടുക്കും. ചോദിച്ചിരിക്കുന്നത് LCM 0.15, 0.18, 0.45 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിനും എന്താണ് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളാം. 15, 18, 45 കാണുമ്പോഴത്തേന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് 15നും 18നും എനിക്ക് 90ലേക്ക് എത്തിക്കാൻ പറ്റും. അത്രേ 15 ഇൻറ്റു, അതായത് 15 ഇൻറ്റു 6 ചെയ്യുമ്പോഴും 18 ഇൻറ്റു 5 ചെയ്യുമ്പോഴല്ലേ, 18 ഇൻറ്റു 5 ചെയ്യുമ്പോഴും 45 ഇൻറ്റു 2 ചെയ്യുമ്പോഴും എന്താണ് എല്ലാ ഒരു സാധനം കിട്ടുന്നത് 90 കിട്ടുന്നത്. അപ്പം നമ്മൾ 90, ഇതിൻ്റെ 3ൻ്റെ LCM 90 കിട്ടി. നമ്മളിതിനെ എല്ലാത്തിനും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇവിടെ കിട്ടിയ സാധനത്തിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ 0.9 കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെയിന് 150 മീറ്റർ നീളമുണ്ട്, 40 സെക്കൻഡ് എടുക്കും എന്താ ഒരു ടണൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താൻ. അങ്ങനെയാണ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 500, 100, 600, 680 എന്ന് എടുക്കാം. കാരണം എന്താ സ്പീഡ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ടണലാണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ഈ 40 സെക്കൻഡ് എന്നാണ്. അത് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട. കാരണം എന്താ ഇത് മീറ്ററാണ്. ഇപ്പോൾ താഴെ സെക്കൻഡായിട്ട് തന്നെ കിടന്നോട്ടെ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുക. 68 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ്? 17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതിനെ ഇനി കിലോമീറ്റർ പെർ അവറിലേക്കൊക്കെ എന്താ ചെയ്യേണ്ടത്? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഡയറക്റ്റ്ലി വെട്ടാൻ പറ്റത്തില്ല, എന്നാലും വെട്ടുമ്പോൾ എത്രയാണ്? 5 3s are 15 വരും. റിമൈൻഡർ എത്ര? 2 വരും. 17ൽ നിന്ന് 15 പോയി എത്ര? 2 വരും. 2/5 വരും. 2/5ൻ്റെ വാല്യൂ എത്ര? 0.4 ആണ്. അപ്പം 3.4 വരും. അപ്പം 34 ഇൻറ്റു 18 ചെയ്ത് എത്രയാണ്? 8 4s are 32, 3 24 പ്ലസ് 3 എത്രയാണ്? 27 പ്ലസ് ഈ 4 ഇൻറ്റു 1 ചെയ്ത് എത്രയാണ്? 31 വരത്തില്ല. അതായത് 8 3s are 24 പ്ലസ് 3 27 പ്ലസ് 4 31 1 വരും. പുതിയ റിമൈൻഡർ 3 1s are 3 പ്ലസ് ഈ ഒരു 3 കൂടെ കൂട്ടി എത്രയാണ്? 6. അപ്പം 6 12 എന്ന് കിട്ടും. ഇനി എന്താ 3.4 ആയിരുന്നു, നമ്മൾ 34 ആയിട്ട് എടുത്തത്. അപ്പം ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി കുത്തണം. അത്ര 61.2 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ sin സ്ക്വയർ 90 - 39 എന്നുള്ള എന്താണ്? cos സ്ക്വയർ 39 എന്ന് എഴുതാം. sin 90 - θ എന്ന് പറയുന്നത് cos θ. അതായത് sin 90 - θ എന്ന് പറയുന്നത് cos θ. അതായത് റൂളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുക. sin സ്ക്വയർ 39 എന്ന് പറയുന്നത് പ്ലസ് cos സ്ക്വയർ 39 ഡിവൈഡഡ് ബൈ cos സ്ക്വയർ 35 പ്ലസ് cos 90 - θ എന്ന് പറയുന്നത് എന്താണ്? അത് sin θ. അത് തിരിച്ചു എഴുതാൻ പറ്റും. എന്താ sin സ്ക്വയർ 35, ബാക്കി എന്താ പ്ലസ് 3 tan 25 ഇൻറ്റു എന്താണ് tan 75 വരും. ഇനി ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? sin സ്ക്വയർ പ്ലസ് cos സ്ക്വയർ θ. sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ അത് എത്രയാണ്? 1 ആണ്. അപ്പം മുകളിൽ 1 ആവും, താഴെ എന്താണ്? ഇവിടെ എന്തായാലും 1 തന്നെ വരും. ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ ആവും. ഇത് 1 ആവും. ഇത്രയും ഭാഗം എന്താണ്? ഫുള്ള് 0 ആവും. 0 അല്ല 1 ആവും. ഇനി ബാക്കി നോക്കിയാൽ മതി. പ്ലസ് 3 tan 25 ഇൻറ്റു tan 75 വരും. അടുത്ത നമ്മൾ റൂൾ ഉപയോഗിക്കാൻ പോകുന്നത് ടാനിൻ്റെ 2 ആംഗിളിലെ സമ്മ് 90 വരുവാണെങ്കിൽ, ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആൻസർ എന്താ? 4 വരണമെന്നുണ്ടെങ്കിൽ tan 25 വരാം, tan 15 വരണം. അതായത് ഈ ടാനിന് 2 ആംഗിൾ സമ്മ് എടുക്കുമ്പോൾ എന്താ 90 വരണം. എന്നാൽ മാത്രമേ ഇവിടെ 1 വരത്തുള്ളൂ. അപ്പോൾ 1 ഇൻറ്റു 3 ചെയ്യുമ്പം 3 വരും. അപ്പം 3 പ്ലസ്
1 ചെയ്യുമ്പോൾ എത്രയാണ് 4 വരും. ഇതാണ് ഉത്തരം. ഇവിടെ ടാൻ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ടാൻ 15 വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടാൻ 65 വന്നാലും മതി. അങ്ങനെയാണ് കുഴപ്പമില്ല. സം 90 വരണം, എന്നാൽ മാത്രമേ അത് വണ്ണാമത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഈസ് ഗ്രേറ്റസ്റ്റ് എന്നാണ് ചോദിച്ചത്. അതിനകത്ത് ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം ഡെസിമലിലോട്ടാക്കിയാൽ മതി. അപ്പോൾ 2/5 വാല്യൂ എത്രയാണ്, 0.4 ആണ്. ഇനി 7/10 വാല്യൂ എത്രയാണ്, അത് 0.7 ആണ്. ഇനി 5/6 വാല്യൂ എത്രയാണ്, ഇനി 5/6 വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതായത് 1/6 വാല്യൂ നമുക്കറിയാം എത്രയാണ്, 0.1666 ആണ്. ഇത് 1ൽ നിന്ന് 0.1666 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്, 0.8333 എന്ന് വരും. ലാസ്റ്റ് ഓപ്ഷൻ 1/3 വാല്യൂ എത്രയാണ് നമുക്കറിയാം, എത്രയാണ് 0.333 ആണെന്നറിയാം. ഇതെല്ലാം ഇനി എന്താ, ഇൻറ്റു 10 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി. അപ്പം നമുക്ക് ഏറ്റവും വലുത് ഏതാണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 4 പോയിൻറ്റ് സംതിങ് വരും, 7 പോയിൻറ്റ് സംതിങ് വരും, 8 പോയിൻറ്റ് സംതിങ് വരും, ഇവിടെ 3 പോയിൻറ്റ് സംതിങ് വരും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം 8 ആണ് ഏറ്റവും വലുതിനകത്ത്. അപ്പോൾ ഏതാ 5/6 ആണ് കറക്റ്റ്. 20ൻ്റെ 30ൻ്റെ LCM എത്രയാണ്, അത് 60 ആണ്. ഇനി 45ൻ്റെ 65ൻ്റെ LCM കാണാൻ എന്താ ചെയ്യണ്ടേ, ഇത് 5 × 3 × 3 എന്ന് എഴുതാൻ ഞാൻ. ഇവിടെ എന്താ 4 × 3 × 5 എന്ന് എഴുതാൻ പറ്റത്തില്ലേ, അതായത് 12 × 5 ചെയ്യുമ്പോൾ 60 അടുത്തുള്ള അല്ലേ. 13 × 5 എന്ന് എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താ 5 × 3² ആണ്. എല്ലാത്തിൻ്റെ ഏറ്റവും കൂടുതൽ പവർ നോക്കി എടുത്താൽ മതി. ഇപ്പോൾ 3² ഉണ്ട്, അതെടുത്ത് എഴുതിക്കോളൂ. പിന്നെ 5 രണ്ട് സെയിം ആണ്. ഇനി 13, ഇതാണ് ഇതിൻ്റെ LCM. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 585 വരും. അതായത് 45 × 13 ചെയ്യുമ്പോൾ 585 വരും. ഇനി 585ൻ്റെ 16 കൂടെ കണ്ടാൽ മതി, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയാണ് 585 വന്നത്. ഇനി ഇതിൻ്റെ രണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 60 ആണ്. അപ്പോൾ ഇനി 585ൻ്റെ 16 കൂടെ കാണാൻ എത്രയാണ്, ഇവിടെ 16 എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 3 × 5 × 2 × 5 × 2 എന്ന് എഴുതാമല്ലേ. തെറ്റിപ്പോയി, 5 × 2 × 2 കൊടുത്താൽ മതി. 3 × 5 × 2² വരും. 585 എങ്ങനെ എഴുതാൻ പറ്റും, 117 × 5 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 117 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, അതായത് 39 × 3 ഇതാ 117 കിട്ടും. 39 × 3. അതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് പവർ വരുന്നത് ഏതാ, 2² വരുന്നുണ്ട്, ഇൻറ്റു 5 വരുന്നുണ്ട്, ഇൻറ്റു 3 ഇൻറ്റു പിന്നെ ഒരു 39 ഉണ്ട്. ഇതാണ് ഇതിൻ്റെ LCM വരുന്നത്. അപ്പം 4 × 5 × 3 × 39 ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്, 2340 വരും. ഇതാണ് ഇതിൻ്റെ LCM, രണ്ടാമത്തെ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ, ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ദാറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ എക്സാക്ട്ലി ലെങ്ത് ഓഫ് 3 മീറ്റർ 15 സെൻറ്റിമീറ്റർ 3 മീറ്റർ അല്ലേ, 3 മീറ്റർ 15 സെൻറ്റിമീറ്റർ 5 മീറ്റർ 6 മീറ്റർ 85 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ മീറ്റർ മിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. കാണേണ്ടതല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ HCF ആകാനുള്ള. അപ്പോൾ മീറ്ററിനെ എല്ലാം എന്താണ് സെൻറ്റിമീറ്റർ ആക്കിക്കോളാം. അപ്പോൾ ഇവിടെ 300 സെൻറ്റിമീറ്റർ വരും, ഇവിടെ 15 സെൻറ്റിമീറ്ററിന് ഇട്ടാൽ മതി. പിന്നെന്താ 5 മീറ്റർ, അത് 500 സെൻറ്റിമീറ്റർ ആയിക്കോളാം. പിന്നെ 6 മീറ്ററാണ്, അതിന് 600 സെൻറ്റിമീറ്റർ ആയിക്കോളാം. പിന്നെ 85 സെൻറ്റിമീറ്ററാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ്, ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിളാണ്. എല്ലാത്തിനെയും 5 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് അതിൻ്റെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം HCF എന്താ, 5 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി എന്താ, x/4y = 3/4 എന്ന്. അങ്ങനെയാണ് വാല്യൂ ഓഫ് 2x + 3y x - 2y എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത്
ജസ്റ്റ് എക്സ് ഈക്വൽ ടു 3 എന്നങ്ങ് എടുത്തോളൂ. അതുപോലെ 4y ഈക്വൽ ടു എന്താണ് 4 എന്ന് എടുത്തോളൂ. അപ്പോൾ y ഈക്വൽ ടു ഇത്ര 4/4 1 വരും. അപ്പോൾ എക്സിന് 3യും വൈക്ക് 1 ഇവിടെ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. 2 × 3 + 3/3 - 2 ചെയ്ത ആൻസറായി. അപ്പം 3 2 6 9/3 - 2 എത്ര 1 വരും. എത്ര 9/1 എന്ന് പറഞ്ഞാൽ 9 ആണ്. സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു തവണ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നതും രണ്ട് തവണ 15 25 കൊടുക്കുന്നതും തമ്മിൽ എൻ്റെ വ്യത്യാസം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു തവണ കൊടുക്കുന്ന 30% എടുത്ത് എഴുതി വെച്ചോളാം. ഇനി 15 25 കൊടുക്കുന്ന എങ്ങനെയാണ്, അത് സക്സസീവ് ചെയ്യണം. അതായത് 15% + 25% മൈനസ് ആട്ടോ വരിക. ഇനി -15 × 25/100 ചെയ്താൽ മതി. 1/4 വരും. 25ഉം 10ഉം 35 15 5 40 ഇനി 25/4 അപ്പം 25/2 ചെയ്താൽ എത്രയാണ്? അല്ല 15/4 15/2 ചെയ്താൽ എത്രയാണ്? 7.5 കിട്ടും. 7.5 ഒന്നും കൂടെ 2 ചെയ്യണം. അപ്പോൾ എത്രയാണ്? 3.75 ആവും. 3.75 ആവും. അപ്പോൾ 40 ന് 3 കുറച്ചാൽ എത്രയാണ്? 37 0.25 പിന്നെയും കുറയും. അപ്പോൾ എത്രയാണ്? 36.25 ആണ് ഡിഫറൻസ്. ഇത് നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 6.25% ആണ്. അപ്പം 5000ൻ്റെ 6.25% എടുത്താൽ മതി. 5000 × 6.25/100. അപ്പം 625 × 50 എത്രയാണ്? 31 250 വരും. നമ്മൾ 6.25 വരെ 625 എടുത്ത്, അപ്പം 2 പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി കുത്തി പോവുക. 312.50 വരും. മൂന്നാമത്തെ ഓപ്ഷൻ. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ? 2 സർക്കിൾ വിത്ത് സെൻറ്റർ P and Q ഓഫ് റേഡിയസ് 6 cm 4 cm വരയ്ക്കാം. അതായിരിക്കുന്നത്. ഇവിടെ 2 സർക്കിൾ വരയ്ക്കുകയാണ്. അത് ടച്ച് ഇൻറ്റേർണലി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ഇത് ടച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഇതും അതിൻ്റെ റേഡിയസ് എത്രയാണ്? 6. ഇതിൻ്റെ സെൻറ്റർ ഇതുമാണ് എടുത്തോ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ഇതിൻ്റെ സെൻറ്റർ ഇതും ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 4 എന്ന് എടുത്തോളുക. ഇത് പിയും ഇത് ക്യൂവാണ്. ഇനി ഈ എ ബിനെ കൂട്ടി പി ക്യൂവിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം പറഞ്ഞേക്കുന്നത്. അത് ദ ബിഗ്ഗർ സർക്കിൾ എ ആൻഡ് ബി. സർക്കിളിന് എ ആൻഡ് ബി. അപ്പോൾ ഇത് എ ബി ആണ്. വാല്യൂ ഓഫ് എ ബി എത്രയാണെന്ന് ചോദിച്ചേക്കണം. ഇവിടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പം ഇത് ഇങ്ങനെ വരച്ചാൽ ഇതെനിക്ക് ഇതിൻ്റെ റേഡിയസ് ആണെന്ന് അറിയാം. അതെത്ര? 6 cm ആണ്. അത് ഈ ഫിഗർ ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. രണ്ടാമത്തെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്? ഇത് പി കൊടുക്കാം, ഇത് ക്യൂവും കൊടുക്കാം. അപ്പം ഇത് ക്യൂ എന്ന് കൊടുക്കാം. ഈ ലെങ്ത്ത് നമുക്കറിയാം എത്രയാണ്? 4 cm ആണെന്നറിയാം. ഇവിടെ നിന്ന് ഇത്രയുള്ള ലെങ്ത്ത് 6 cm ആണെന്നറിയാം. ഇത് ഇനി എന്താ? ഇനിയൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ പി ക്യൂയിലേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഇനി ഇത് ഈ ലെങ്ത്ത് നമുക്കറിയാം. അത് എത്രയാണ്? 6 cm ആണെന്നറിയാം. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എത്ര? എ ബി ആണ് തന്നിട്ടുണ്ട്. എ ബിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ക്യൂയിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് എത്രയാണ്? അത് 4 cm ആണ്. പിന്ന് ഈ ഇപ്പോൾ അതായത് 6 എന്ന് കൊടുക്കാം. അപ്പം പിയിൽ നിന്ന് 6 വരെയുള്ള ദൂരം 6 ആണെന്നും ക്യൂയിൽ നിന്ന് 6 വരെയുള്ള ദൂരം 4 ആണെന്ന് പറയാം. അപ്പോൾ ഈ പിയിൽ നിന്ന് ക്യൂ വരെയുള്ള ദൂരം എത്രയായിരിക്കും? അത് 2 ആണ്. 6ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 2 വരും. പി ക്യൂവിൻ്റെ ലെങ്ത്ത് 1 ആണെങ്കിൽ ഈ പി ക്യൂ എന്നുള്ളത് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് രണ്ടും സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യത്തുള്ളൂ. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 വരും. അപ്പം ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ലെങ്ത്തും ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ലെങ്ത്തും സെയിം ആണ്.
ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. അതായത് ഈ ഇത്രയും ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ സംഭവിക്കുക, നമുക്ക് വേണ്ട ഈ സൈഡാണ് വേണ്ടത്, ബാക്കിയെല്ലാം അറിയാം. അപ്പം ഹൈപ്പോട്ടനസ് 36 ഈ അഡ്ജസൻറ്റ് സൈഡ് 1 അപ്പോൾ റൂട്ട് ഓവർ 36, അതായത് 6² - 1 വരും. റൂട്ട് 35 ഈ ഒരു സൈഡ് വരുന്നത്. ആ സൈഡ് റൂട്ട് 35 ആണെങ്കിൽ താഴോട്ട് വരുമ്പോൾ എന്താണ്, അതിൻ്റെ ഇരട്ടി വരും. 2√35 കറക്റ്റ് ആൻസർ, സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The monthly income of an employee was 26,500 and his monthly expenditure was 22,000. Next year his income increased by 20% and expenditure increased by 15%. Find the percentage increase in savings എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം മൊത്തം 26,500 ഉണ്ടായിരുന്നു ഇയാളുടെ ഇൻകം. ഇനി എക്സ്പെൻഡിച്ചർ എത്രയാണ്, 22,000. അപ്പോൾ സേവിങ്സ് എത്രയാണ്, ബാക്കി 4,500 സേവിങ്സ് വരുന്നത്. ഇൻകം എത്രയാണ്, ഇൻകം 20% കൂടി എന്നാണ്. 26,500 20% എടുക്കുമ്പോൾ എത്രയാണ്, 265 × 20 ചെയ്താൽ മതി. അപ്പോൾ 265 ഇരട്ടി എടുത്താൽ എത്രയാണ്, 530 വരും. 530 5,300 കൂടും. 26ൻ്റെ കൂടെ 5,000 കൂടി എത്രയാണ്, 31 ആവും. 31,500 31,500ൻ്റെ കൂടെ 300 കൂടെ കൂട്ടണം, 31,800 വരും പുതിയ ഇൻകം. കമ്പാരിറ്റീവ്ലി എക്സ്പെൻഡിച്ചർ എന്തരയാണ് കൂടുന്നത്, 15% കൂടുതൽ ഇൻക്രീസ്ഡ് ബൈ 15%. ഇപ്പം 22,000ൻ്റെ 15% എടുത്താൽ മതി. 220 × 15, 220 × 10 ചെയ്യുമ്പോൾ എത്രയാണ്, 2,200 വരും. ഇനി അതിൻ്റെ കൂടെ 220 × 5 ചെയ്താൽ മതി. ഇനി 220 × 5 ചെയ്യാൻ ഇതിൻ്റെ പകുതി എടുത്താൽ മതി, 1,100 ആക്കിയാൽ മതി. 1,100 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്, 0,0,3 3,300 വരും. 3,300 കൂടും 22,000ൻ്റെ കൂടെ. 22,000ൻ്റെ കൂടെ 3,000 കൂടി എത്ര, 25,000 വരും. അതിൻ്റെ കൂടെ ഒരു 300 കൂടെ കൂട്ടണം, 25,300 ആകും. തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 26,300 27,300 28,300 29,300 30,300 31,300 6,500 വരും. എത്രയാണ് കൂടിയിരിക്കുന്നത്, 4,500 2,000 കൂടി. എത്രയിൽ, 4,500 × 100. ഇത് വെട്ടിപ്പോയി, മുകളിൽ താഴെ 5 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്, 400 വരും. ഇവിടെ 9 വരും. 400/9 ചെയ്യുമ്പോൾ എത്രയാണ്, 9 4 36, റിമൈൻഡർ പിന്നെ 4 വരും. ഇപ്പം 40, പിന്നെ 44, റിമൈൻഡർ പിന്നെ 4 വരും. ഇപ്പം 44 and 4/9 വരും. കറക്റ്റ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 50 + a - cos 40 - a എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇഷ്ടമുള്ള വാല്യൂ കൊടുത്താൽ മതി. സൈൻ എളുപ്പത്തിന് 90 ആക്കാൻ എളുപ്പത്തിന് ഞാൻ എക്ക് 40 എടുക്കുക. അപ്പോൾ സൈൻ 50 + 40 - cos 40 - 40 വരും. അപ്പോൾ എത്രയാണ്, സൈൻ 90 എന്ന് പറയുന്നത് 50 40 കൂടെ കൂട്ടിയാൽ 90 വരും. സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മൈനസ് കോസ് 0 എത്രയാണ്, കോസ് 0 1 അപ്പോൾ 1 - 1 0 വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്ക് വേറെ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഏത് വാല്യൂ കൊടുത്താലും ഇതിങ്ങനെ തന്നെ കിട്ടുള്ളൂ. ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ 40 കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ സം എമൗണ്ട് ഓഫ് 7,656 in 4 years and 8,120 in 5 years at a certain simple interest per annum. The rate of interest is എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് ഇത്രേ ഉള്ളൂ. 4 വർഷം കൊണ്ട് 7,656, 5 വർഷം കൊണ്ട് എത്ര, 8,120 ആയി. ഇത് 4 വർഷം, ഇത് 5 വർഷം. 1 വർഷം കൊണ്ട്
ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ എത്ര? ഇത് തമ്മിലുള്ള ഡിഫറൻസാണ്. അത് 464. ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് 4 വർഷത്തെ മുതലും പലിശയും കൂടെ ചേർത്ത് എത്ര? 7656 അറിയാം. 7656 എത്രയാണ് കുറയ്ക്കണ്ടേ? 4 ഇൻറ്റു ഈ 464 കുറച്ചാൽ മതി. 464 ഇൻറ്റു 4 ഇത് എത്രയാണ്? 4 4 16. 1 6 4 24. 5 2 4 4 16 + 2 18 വരും. 7656 ഈ 1856 കുറച്ചാൽ എത്രയാണ്? 7000 1000 കുറച്ചാൽ 7636 1000 കുറച്ചാൽ 6636 വരും. 6636 600 പോയാൽ എത്രയാണ്? 6036 വരും. അതിനകത്ത് 200 പോയാൽ എത്രയാണ്? 5836 വരും. അപ്പം 56 അല്ല, ഞാൻ 36 എടുത്തത്. അപ്പം 5856 ആണ്. 5856 56 പോയാൽ എത്ര? 5800 മുതലായിട്ട് വരുന്നത്. ഇനി 5800 പ്രിൻസിപ്പിൾ കിട്ടിയെങ്കിൽ എന്താണ്? മൊത്തം പലിശ എത്ര? 464 / 1% ഓഫ് ദ പ്രിൻസിപ്പിളാണ്. 5800 ഇൻറ്റു 1/100 ഇത് എത്രയാണ്? 58 എന്ന് വരും. എന്താ ഒരു സിമ്പിൾ ട്രിക്കാണ്. അതായത് പ്രിൻസിപ്പിൾ അറിയാം, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ ആ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് / 1% ഓഫ് ദ പ്രിൻസിപ്പിൾ ചെയ്താൽ മതി. അപ്പം 464 / 58 എത്ര? രണ്ടും നമുക്ക് 2 കൊണ്ട് വെട്ടാം, 4 കൊണ്ട് വെട്ടാം. അതായത് 464 / 4 എത്രയാണ്? 116 വരും. 14 അല്ല, 116 വരും. 58 / 4 ചെയ്യാൻ പറ്റില്ല അല്ലേ? 2 കൊണ്ട് തന്നെ ചെയ്യും. 464 / 2 എത്ര? 232 വരും. 58 / 2 29 വരും. 29 ഒരു പ്രൈം നമ്പറാണ്. ഇനി അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 29 ഇൻറ്റു എന്ത് ചെയ്താലാണ് 232 എത്തുന്നത് നോക്കുക. 9 8 72 അറിയാം. അപ്പം ഞാൻ ചുമ്മാ 8 കൊടുത്ത് നോക്കുക. 72 വരും. 2 8 2 16 7 എത്ര? 23 വരും. 232 വരുന്നുണ്ട്. അപ്പം 8 കറക്റ്റ് ആൻസർ. 8% ആണ് പലിശ നിരക്ക്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്തു? a/1 - 1/a തന്നിട്ടുണ്ട്. എത്ര? 4 തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് a + 1/a ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ 4 എന്താ? ഇത് k ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പം ഇത് പ്ലസും ഇത് മൈനസും ആയി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ k ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? √k² + 4 ചെയ്താൽ മതി. അപ്പം kക്ക് 4 കൊടുത്താൽ എത്രയാണ്? 60 + 4 വരും. എത്ര? √20 ആണ്. ഈ √20 ഞാൻ എന്താ 4 × 5 എന്ന് എഴുതുക. എന്നിട്ട് 4 × 5 എന്ന് എഴുതുക. റൂട്ടിനകത്ത് 4 × 5 എന്ന് എഴുതുക. എന്നിട്ട് 4 എടുത്ത് പുറത്ത് വെച്ച് എത്രയാണ്? 2√5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ സംഭവം എന്താണ്? ഇത് കാണാൻ പിടിച്ച് വെക്കേണ്ടതാണ്. a - 1/a തന്നിട്ടുണ്ടെങ്കിൽ a + 1/a കാണാൻ എന്താ? k² + 4 ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിപിൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 2 days. വൈഭവ് ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 3 days. ആൻഡ് എന്താണ്? ചിരഞ്ജ് ക്യാൻ ഡു ദ വർക്ക് ഇൻ 6 days. ഇഫ് ദേ സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് എന്ന് ചോദിച്ചേക്കും. അപ്പോൾ വിപിൻ എത്രയാണ്? 2 ദിവസം എടുക്കും. വൈഭവ് എത്ര ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. ഈ പുള്ളി എത്ര ദിവസം എടുക്കും? 6 ദിവസം എടുക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും LCM എന്താ വരുന്നത്? 6 എന്നാണ് വരിക. ഇവിടെ ഈ ചിരഞ്ജിൻ്റെ എഫിഷ്യൻസി 1, വിപിൻ്റെ എഫിഷ്യൻസി 2, ഈ പുള്ളിയുടെ വിപിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. ടോട്ടൽ വർക്ക് 6. മൊത്തം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്
ഈക്വൽ ടു 6. 6 ബൈ ഇവരുടെ എല്ലാവരുടെ എഫിഷ്യൻസി എത്രയാണ്? 3 5 1 6. 6 ബൈ 6 ഒരു ദിവസം കൊണ്ട് ഇവർ എല്ലാവരും കൂടെ ജോലി കംപ്ലീറ്റ് ചെയ്യും. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 സക്സസീവ് ഡിസ്കൗണ്ട് 30ഉം 20ഉം ഈക്വൽ ടു സിംഗിൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ 30 + 20 -30 × 20 ബൈ 100 ചെയ്താൽ മതി. ഇപ്പോൾ ഇതൊന്നും വെട്ടിപ്പോയി 30 ഇരുന്ന് കൂട്ടിയാൽ 50 - 6 വരും. എത്രയാണ്? 44%. ഇതാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിൻ്റെ LCM കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ x² - 8x + 15 x² - 5x + 6. ഞാനെന്താണ് നമ്മൾ സാധാരണ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തെഴുതത്തില്ലേ? അതായത് സമ്മ് -8 പ്രൊഡക്റ്റ് 15 വരുന്ന പോലെ എഴുതണം എന്ന് പറയത്തില്ലേ? അപ്പം x - 8 വരണമെങ്കിൽ -5ഉം 3 കൊടുത്താൽ പോരെ. അപ്പം -5x - 3x + 15 എടുത്തു. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 8x വരും, -8x വരും, ഇൻറ്റു ചെയ്യുമ്പോൾ 15 വരും. ഓക്കെ, അതൊക്കെ. ഇനി ഇതുപോലെ ഞാൻ ഈ സംഭവം ഫാക്ടർ ചെയ്താലോ? അതായത് x² - 5x + 6 ആണ്. ഇവിടെ സമ്മ് -5 വരണം, പ്രൊഡക്റ്റ് 6 വരണം. അപ്പോൾ എത്ര? x² - 3x - 2x + 6 എഴുതി കൂടെ ആയിരിക്കും. ഇതിനകത്ത് നിന്ന് എക്സ് പുറത്തെടുത്താൽ എത്രയാണ്? x - 5 വരും. അതേസമയം ഇവിടെ നിന്ന് 3 പുറത്തെടുത്താൽ എത്രയാണ്? 3 പുറത്തെടുത്താൽ x - 5 വരും. ഇതിനകത്ത് നിന്ന് രണ്ടിടത്തു നിന്ന് ഞാൻ x - 5 പുറത്തെടുക്കുക. അപ്പോൾ x - 5 എടുത്ത് പുറത്ത് വെച്ചാൽ എത്രയാണ്? ബാക്കി x - 3 ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ്റെ റൂട്ട് ഇതാണ്. ആ സെയിം മെത്തേഡ് തന്നെ ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ എക്സ് എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം എത്രയാണ്? x - 3 വരും. ഇനി ഞാനെന്താ ഇവിടെ ഈ -2 എടുത്ത് പുറത്ത് വയ്ക്കുക. -2 എടുത്ത് പുറത്ത് വെച്ചാൽ x -3 വരും. രണ്ടിടത്ത് x - 3 വന്നു. ആ x - 3 ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ എന്താ? x - 3 x - 2 ആണ് ഈ ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. രണ്ടിടത്തും x - 3 കോമൺ ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? x - 5 ഉണ്ട്, x - 2 ഉണ്ട്, ഇനി x - 3 ഉണ്ട്. ഇതാണ് ഇതിൻ്റെ LCM വരുന്നത്. ഫാക്ടേഴ്സ് അതൊക്കെയാണ്. സ്ക്വയറിങ് ദ റൂട്ട് വഴി സോൾവ് ചെയ്യാറിയാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. 27ാമത്തെ ക്വസ്റ്റ്യൻ. 45 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 39. ഈ പറഞ്ഞേക്കുന്ന 65 എന്നുള്ളത് ഇറ്റ് വാസ് ഡിക്റ്റേറ്റഡ് ദാറ്റ് നമ്പർ 65 വാസ് മിസ്സീഡ് ആസ് 56. 65 എന്നുള്ളത് 56 എടുത്തേ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് എത്രയാണെന്ന് ചോദിച്ചേക്കും. അതായത് 65 എന്നുള്ള 56 എടുത്താൽ ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 65 - 56 എത്രയാണ്? 9 അതായത് 9 കുറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പം മൊത്തം സമ്മീന്ന് എത്രയാണ്? 9 കൂടുകയാണ് ചെയ്യുന്നത്. കൂടുന്ന 9 എന്താ? ഈ 45 പേരും കൂടെ വീതിച്ചെടുക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ആവറേജിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആവറേജ് 45, അതിൻ്റെ കൂടെ സമ്മ് 9 കൂടുന്നുണ്ട്. ആ 9 45 പേരും കൂടെ വീതിച്ചെടുക്കുക. അപ്പം 9 45 കൂടെ വെട്ടിപ്പോയാൽ എത്ര? 1/5 വരും. 1/5ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 0.2 ആണെന്നറിയാം. അപ്പം 45 + 0.2 എത്രയാണ്? 45. അയ്യോ, തെറ്റിപ്പോയി. ഞാനെന്താ പറഞ്ഞതാ? നേരത്തെ ഉള്ള ആവറേജ് എത്രയാണ്? 39. ഈ 39ൻ്റെ കൂടെ എത്രയാണ്? മൊത്തം സമ്മിൽ 9 വ്യത്യാസം വരുന്നുണ്ട്. ഈ 9 എല്ലാവരും കൂടെ വീതിച്ചെടുക്കുക. ആരൊക്കെ? ഈ 45 പേരും കൂടെ വീതിച്ചെടുക്കുക. അപ്പോൾ 9/45 ചെയ്യുമ്പോൾ 1/5 വരും. 1/5ൻ്റെ വാല്യൂ 0.2 ആണ്. അപ്പം 39 + 0.2 ചെയ്ത് എത്രയാണ്? 39.2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? റോബർട്ട് ടേക്സ് ട്വൈസ് ആസ് മച്ച് ടൈം ആസ് ടോം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത്
ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. റോബർട്ട് തിരിച്ചെടുക്കാം. അതായത് ടോം റോബോട്ട് 2 ടോമിൻ്റെ റേഷ്യോ 1 വരും, ഇരട്ടി സമയം എടുക്കുന്ന പറഞ്ഞേക്കുന്നത്. ഇനി ജോർജിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. റോബർട്ടിനെ അപേക്ഷിച്ച് ജോർജ് 3 ഇരട്ടി സമയം എടുക്കുന്ന പറഞ്ഞേക്കുന്നത്. ഇത് എന്താ, ഇനി ഇതെല്ലാം സെയിം ആക്കണം. ഞാൻ റേഷ്യോ എടുത്ത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അതായത് റോബർട്ട് ടേക്ക് ട്വൈസ് ആസ് മച്ച് ആസ് ടൈം ആസ് ടോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ റോബർട്ട് കൂടുതൽ നേരം എടുക്കും, ടോമിനെ അപേക്ഷിച്ച് ഇരട്ടി നേരം എടുക്കും. ആസ് ത്രൈസ് ആസ് മച്ച് ജോർജ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ 3 വരും, ഇവിടെ 1 വരും. ജോർജിനെ അപേക്ഷിച്ച് 3 ഇരട്ടി നേരം എടുക്കും റോബർട്ട്. അപ്പോൾ ഇത് രണ്ടും ഇനി സെയിം ആക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേസമയം എനിക്ക് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെ 6 വന്നു. ഇനി ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം ഇതാണ് റേഷ്യോ വരുന്നത്. ഇത് ടൈമിൻ്റെ ഫൈനൽ റേഷ്യോയാണ്. ഇത് ഉപയോഗിച്ച് എനിക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ LCM എടുക്കുന്നതാണ് ടോട്ടൽ വർക്ക് വരുന്നത്. 6 ടോട്ടൽ വർക്കായിട്ട് എടുത്തോ. ശരിക്കും 6 അല്ല ടോട്ടൽ വർക്ക്. നമ്മൾ ഇത് റേഷ്യോ ആണ്. അപ്പോൾ റേഷ്യോയിൽ ഉപയോഗിച്ച് തന്നെ നമ്മളെന്താണ് ഒരു എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോവാം. അപ്പം ഇത് ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ശരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ടൈമല്ല. ഒരു 3ൻ്റെ മൾട്ടിപ്പിളാവും, ഇവിടെ ഒരു 6ൻ്റെ മൾട്ടിപ്പിളാവും, ഇവിടെ 2ൻ്റെ മൾട്ടിപ്പിളാവും. എല്ലായിടത്തും K ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് എഫിഷ്യൻസി എടുക്കാം. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ എഫിഷ്യൻസി എടുക്കുമ്പോൾ എത്രയാണ്, LCM എടുക്കുമ്പോൾ എത്രയാണ്, 6ആണ് എഫിഷ്യൻസി. അപ്പം റോബർട്ടിൻ്റെ എഫിഷ്യൻസി 1, ഇയാളുടെ എഫിഷ്യൻസി 3, ടോമിൻ്റെ എഫിഷ്യൻസി 2 കിട്ടി. പറഞ്ഞു ടോട്ടൽ വർക്ക് ഇതല്ല ശരിക്കും, നമ്മൾ എഫിഷ്യൻസി എടുക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഈ 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ടോട്ടൽ വർക്ക്. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. അതിങ്ങനെയാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇവരുടെ എഫിഷ്യൻസി അറിയാം, എത്രയാണ്, 2, 1, 3, 6ആണ് എഫിഷ്യൻസി മൊത്തം. ഇവർ 6 പേരും കൂടെ ജോലി ചെയ്യുമ്പോൾ എഫിഷ്യൻസി 6 × 23 ചെയ്താൽ എന്താ ടോട്ടൽ വർക്ക് കിട്ടും. അതായത് എത്ര പേര് നിന്ന് വർക്ക് ചെയ്തോ അവരുടെ എല്ലാവരുടെയും എഫിഷ്യൻസി ഇൻറ്റു അവർ എടുത്ത സമയം ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. 6 × 23 ടോട്ടൽ വർക്ക്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നതാ ദെൻ ഫൈൻഡ് ദ ടൈം ദാറ്റ് ടോം വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ടോമിൻ്റെ എഫിഷ്യൻസി ഇവിടെ 2ആണ്. ടോമിൻ്റെ എഫിഷ്യൻസി ഇവിടെ 2ആണ്, അതിട്ട് കൊടുക്കുക. ഇതും വെട്ടിപ്പോയി 3 23 × 3 ചെയ്യുമ്പോൾ എത്ര, 3 2 6, 3 3 9, 69 വരും. ഇനി ഞാനിവിടെ പറഞ്ഞില്ലേ ഈ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ വരുന്നത്. 6 × 123 ചെയ്ത് എത്ര, 138 കിട്ടും. 138/8 ചെയ്ത് എത്ര, 23 കിട്ടും. അതായത് ഇത് × 23 ചെയ്താലാണ് നമുക്ക് ശരിക്കുള്ള ടോട്ടൽ വർക്ക് കിട്ടുക. ഞാനിപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ, അത് പ്രോബ്ലമായിട്ട് യാതൊരു ബന്ധമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ 2 മെറ്റാലിക് ബോൾസ് P and Q are such that the diameter of P is 4 times the diameter of Q. What is the ratio between the volume of P and Q എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം വോളിയം ഓഫ് പി ആർ എത്രയാണ്, 4/3 πr ക്യൂബ് ആണ്. ഇത് ഡയമീറ്ററിൻ്റെ റേഷ്യോ പിയും ക്യൂവും തന്നിട്ടുണ്ട്. അതെത്രയാണ്, P is 4 times the diameter of Q എന്നാണ് പറഞ്ഞിരിക്കുന്നത്. P is 4 times the diameter of Q. ഈ സ്പിയറിൻ്റെ വോളിയം എത്ര വരുന്നത്, 4 ക്യൂബ് വരും. അതായത് 64 വരും. E/4/3 π × 1 ക്യൂബ് വരും. അപ്പം 4/3 കട്ട് ചെയ്ത് പോയി. 1 ക്യൂബ് എത്രയാണ്, അത് 1 തന്നെയാണ്. ഇവരുടെ റേഷ്യോ എത്രയാണ് വരുന്നത്, 64:1 ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 750 മീറ്റർ ഓടാൻ 54 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണ് ഫൈൻഡ് ദ റണ്ണർ സ്പീഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 750 ഡിവൈഡഡ് ബൈ എത്രയാണ്, 54 സെക്കൻഡ്. ഇതെത്രയാണ്, ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ്, ഇത് കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് കേൾക്കാൻ തരണ്ടേ. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 750/5 ചെയ്താൽ എത്രയാണ്,
150 വരും. ഇനി 18 ഇൻറ്റു എത്ര ചെയ്താൽ 54 വരിക? 18 ഇൻറ്റു 3 ചെയ്താൽ 54. 150 ഡിവൈഡ് ബൈ 3 ചെയ്താൽ എത്രയാണ്? 50 കിട്ടും. 50 km/h ആണ് അയാളുടെ സ്പീഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 2 കോൺസെൻട്രിക് സർക്കിൾ ദ റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ ഈസ് 6 cm and the chord PQ of the length 10 cm is a tangent to the inner circle. Find the radius of the inner circle എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ, 2 സർക്കിളുണ്ട്. ഈ ഒരു കോഡ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. കോഡ് ലെങ്ത് കാണുന്നുണ്ട് എത്ര? 6 cm അല്ലേ. കോഡ് ഓഫ് ലെങ്ത് 10 cm ആണ്. അതിങ്ങനെ വരും. PQ ആണ്. റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 6 cm തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇന്നർ സർക്കിളിൻ്റെ റേഡിയസാണ്. PQൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10. അപ്പം ഇത് എത്ര? 5 ആവും. ഈക്വലി ഡിവൈഡ് ചെയ്യും. എന്താ ഇത്? പൈതഗോറസ് തിയറം ആയി. ഇത് 90 ഡിഗ്രി. ടാൻജൻറ്റ് റേഡിയസ് എന്താ? 90 ഡിഗ്രിയെ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അത് കാണാൻ വേണ്ട √36 മൈനസ് 25 ചെയ്താൽ മതി. 5 10 35 അതിൻ്റെ എത്രയാണ്? 11 വരും. √11 √11 ആൻസർ വരും. ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. ആദ്യം ഇത്രയും ഭാഗം നമുക്ക് ചെയ്യാം. കാരണം എന്താ, ഇവിടെ ഓഫ് ഉണ്ട്. അതായത് ബോർഡ് മാസ് എടുക്കുമ്പോൾ എന്താ, ബ്രാക്കറ്റ് കഴിഞ്ഞ് ഓഫിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഓഫ് ഉണ്ട്. അപ്പം 9 × 2 ഡിവൈഡഡ് ബൈ 3 ഓഫ് 24 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 × 24 ചെയ്ത് എത്ര? 72 വരും. ഇത് മൊത്തം പോയിട്ട് എത്രയാണ്? 72 വരും. 9 × 2 × 1/72 എന്ന് എഴുതാൻ പറ്റും. എനിക്കിതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം 1/72 എന്ന് എഴുതും. ഞാൻ 9ഉം 72 കൂടെ വെട്ടിക്കളയാം. 9 8 72 വരും. ഇനി ഈ 2 ഈ 8 കൂടെ വെട്ടിപ്പോയാൽ എത്രയാണ്? 1/4 വരും. അപ്പോൾ ഇത്രയും സംഭവത്തിന് വരെ എനിക്ക് 1/4 വെച്ച് റിപ്ലേസ് ചെയ്യാം. അപ്പം ഞാനത് ചെയ്യുക. 1/4. ഇനി മൈനസ് 3/2 ഇൻറ്റു ഈ 6 - 7 നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ അപ്പം -1 വരും. ഇൻറ്റു -1 വരും. ഇൻറ്റു 2 + 3/3 വന്നു. പിന്നെ എന്തായാലും ഡിവൈഡിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഡിവൈഡിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ 3/3 പോയിട്ട് എന്താ, അവിടെ 1 വരും. മൊത്തം പോയിട്ട് 1 വരും. കാര്യം പറഞ്ഞു പോയല്ലേ, ഇവിടെ ഒരു 3 or 5 കിടപ്പുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് ചെയ്യാം. 3 or 5 എത്രയാണ്? 15 വരും. ഇവിടെ ഇത് 15 വരും. 15 ഡിവൈഡഡ് ബൈ 3. 15/3 അല്ല വരുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് വരുന്നത്? 3/3 of 5 ആണ് വരുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 15 വരും. അപ്പം 3/15 വരും. അതായത് 1/5 വരും. ഇവിടെ ഇനി എന്താ, 1/4 മൈനസ് ഓഫ് -3/2 ആണ്. കാരണം എന്താ, ഇവിടെ ഒരു 6 - 7 ഇൻറ്റു -1 വരുന്നുണ്ട്. ഇൻറ്റു ഇവിടെ ഒരു -1 വരുന്നുണ്ട്. മൈനസ് ഓഫ് -3/2 എന്ന് പറഞ്ഞാൽ 3 + 3/2 വരും. ഇനി ഇവിടെ ഈ പ്ലസ് ഇവിടെ വരും. പ്ലസ് 1/5 വരും. LCM എടുക്കുമ്പോൾ എത്രയാണ്? 2 + 12/8 വരും. പ്ലസ് 1/5 വരും. ഇത് 14/8 വരും. 7/4 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര? താഴെ 20 വരും. 36/20 വരും. എന്തോ തെറ്റുപറ്റി പോയല്ലോ. ജസ്റ്റ് നമുക്ക് ഇവിടെ തൊട്ടൊന്നുകൂടെ ചെയ്യാം. വേണ്ട, നമുക്ക് ഇത് മൊത്തം 1/4 ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് എഴുതാം. -3/2 വരും. ഇൻറ്റു -1 ഇൻറ്റു 2 കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തില്ല. ഇനി പ്ലസ് എന്താ, ഇത് പഴയ പോലെ വരും.
3/15, അതായത് 1/5 വരും. അപ്പോൾ 1/4 -3/2 -3/2 ഈ 2 പെട്ടിപ്പോയി. -3 ഇൻറ്റു -1 ചെയ്താൽ എത്രയാണ്? +3 വരും, +1/5. ഇവിടെ LCM എത്രയാണ്? LCM 20. ഇവിടെ 5/4 പ്ലസ് ഇവിടെ 3 × 4 × 5 ചെയ്യണം. 4 5 20, 20 × 3 60 വരും, പ്ലസ് 5 × 4 ചെയ്താൽ എത്ര? ഇവിടെ 5 × 4 ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ × 4 ചെയ്താൽ പോരെ 20 ആക്കാൻ. അപ്പോൾ മുകളിലും × 4 ചെയ്യാം, 4. ഇതിൻ്റെ /20 ആവും. 65 4 69/20 വരും, 9/20 വരും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? ഇത് വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ഷേപ്പാണ്. ക്വാഡ്രിലേറ്ററൽ ഏരിയ വെച്ചേക്കുന്നത്. അതിനകത്ത് ഒരു ഡയഗണൽ വന്നിട്ടുണ്ട് 20 മീറ്റർ ആണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓൺ ഇറ്റ്സ് on opposite vertex on it are 12 meter and 18 meter respectively. അപ്പോൾ തന്നിരിക്കുന്നുണ്ട് ഒരു പെർപെൻഡിക്കുലർ, ഒരു ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡയഗണൽ എന്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡയഗണലിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയും വരും, ഇങ്ങനെയും വരും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 20 തന്നിട്ടുണ്ട്. വരച്ച പെർപെൻഡിക്കുലറിൻ്റെ ഡിസ്റ്റൻസ് അല്ല തന്നിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ 12 മീറ്ററും 18 മീറ്ററും. 12ഉം 18. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഇത് ഏരിയ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതെന്താ സിമ്പിളാണ്, കാരണം ഇതൊരു ട്രയാങ്കിളായിട്ട് എടുത്തോളാം. ഇത്രയും ഒരു ട്രയാങ്കിളായിട്ട് എടുത്തോളാം. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ½ × ബേസ് × ഹൈറ്റാണ്. ബേസ് എത്രയാണ്? 20 തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 12 തന്നിട്ടുണ്ട്. അപ്പം ഇത് 2 തവണ കൂട്ടിയാൽ മതി. ½ × ബേസ് × ഹൈറ്റ്. ബേസ് 20 ആണെന്നറിയാം, ഹൈറ്റ് ഇവിടെ h1 h2 എടുത്തോ. അന്ന് ഞാൻ ½ × ബേസ് പുറത്തെടുത്ത് വയ്ക്കുക. അപ്പോൾ എത്രയാണ്? ½ × ബേസ് × h1 × h2 എന്നായി. എന്താ 1/2 × ബേസ് നമുക്കറിയാം എത്ര? 20 എന്നറിയാം, × h1 × h2 എടുത്താൽ മതി. അതായത് 12 × 18. ഇതാണ് ഏരിയ. ഇതും വെട്ടിപ്പോയി 10 എന്നായി. 120 × 18 വരത്തത് ഒത്തിരി വലിയ സംഖ്യയല്ലേ. ഇവിടെ തെറ്റിപ്പോയല്ലോ, തെറ്റിപ്പോയി. ഓക്കെ. ഇത് എന്താണ്? ഇതിനിടയ്ക്ക് പ്ലസ്സാണ് വരുന്നത്. ഇതുണ്ടോ ഇവിടെ? ഇത് പ്ലസ് അല്ലേ. ½ × ബേസ് എത്ര? ബേസ് 20 × h1 + h2 എത്രയാണ്? 12ഉം 18ഉം കൂടെ കൂട്ടിയാൽ 30 വരും. അപ്പോൾ 20 വെട്ടിപ്പോയി 10 ആയി. 30 × 10 എത്രയാണ്? 300 കിട്ടും. 300 ആൻസർ, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ? തന്നിരിക്കുന്ന ഡേറ്റയിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ റെസ്പോൺസസ് ഡു നോട്ട് ഓൺ എ കാർ എന്നായി വെച്ചാൽ കാറില്ലാത്തവരുടെ ശതമാനം എത്രയാണ്? ഡു നോട്ട് ഓൺ വെഹിക്കിൾ എത്രയാണ്? 50, 45 കൂട്ടിയാൽ 95 വരും മൊത്തം ടോട്ടൽ. മൊത്തം ആൾക്കാരുടെ എണ്ണം എത്രയാണ്? സോറി, ഇത് 95 വരത്തില്ല. കാരണം എന്താ? പെർസെൻറ്റേജ് ഓഫ് റെസ്പോൺസ് ഡു നോട്ട് ഓൺ എ കാറാണ്. ഒരു വെഹിക്കിളും ഇല്ലാത്തല്ല, കാർ മാത്രം ഇല്ലാത്ത ആൾക്കാരെ എണ്ണ വെച്ച്. ഇല്ലാത്തവരെ കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യണ്ടേ? ഇവരുടെ കയ്യിൽ കാറില്ല, ഇവരുടെ കയ്യിൽ കാറില്ല, സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ കയ്യിൽ കാറില്ല, ഇവരുടെ കയ്യിൽ കാറില്ല. ഇതെന്താ? അവരുടെ കയ്യിൽ ഒരു വണ്ടിയില്ല. 30, 20, 50, 100, 145 പേരുടെ കയ്യിൽ കാറില്ല. എത്ര ആൾക്കാരാണെന്ന് കൂട്ടണം? 30, 20, 50, 145, 145, 10, 155, 155, 180 ആവത്തുള്ളൂ. അപ്പം 180, 100 ഇത് വെട്ടിപ്പോയി. ഇത് ആൻസർ കിട്ടത്തില്ല. എന്താ കുഴപ്പമുണ്ട്? മൊത്തം കാറില്ലാത്തവരുടെ 145ആണ്. ടോട്ടൽ റെസ്പോൺസ് ഇവിടെ ടോട്ടൽ റെസ്പോൺസ് തന്നിട്ടുണ്ട് 200 ആണ്. അപ്പം 200 × 100 ചെയ്യാം.
നമ്മൾ ഇത് എടുത്തില്ല. ഇത് ഞാൻ ബോത്ത് എടുക്കണോ വേണ്ടിയ സംശയമായിരുന്നു. അപ്പം അതാണ് പ്രശ്നം പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ അവരെയും കൂടെ കൂട്ടുണ്ടായിരുന്നു. അത് റെസ്പോൺസിൻ്റെ ഭാഗമാണല്ലോ. ഞാനത് കാറും സ്കൂട്ടറും ഒന്നിച്ചുള്ളവരെ എടുക്കണമെന്ന് സംശയം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. 145 പകുതി എടുത്താൽ മതി. എത്രയാണ്? 72.5. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം എന്താ? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ്, 8 ഇത് 5, 6, 7, 8, അതാണ് 8 തന്നെ. 8 ഫ്രം സ്കൂൾ യു ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ദ ഓൾ ദ ക്ലാസ്സസ് ടുഗദർ ഫ്രം ദ സ്കൂൾ എന്ന് ചോദിച്ചേക്കുന്നു. സ്കൂൾ യുവിലെ 8ാം ക്ലാസ് അല്ലേ, 7ാം ക്ലാസ് അല്ലേ, 162. അപ്പം 7ാം ക്ലാസ് എത്ര? 162 പിള്ളേരുണ്ട്. ഇനി യുവിൽ മൊത്തം എത്ര പിള്ളേരുണ്ട്? 60ഉം 40ഉം കൂടെ കൂട്ടിയാൽ 100 വരും. അതിൻ്റെ കൂടെ 200 കൂടെ കൂട്ടണം. അപ്പം 300, 400, 450, 450, 100, 550, 550, 62 എത്ര? 612 വരും. 612, 100 കൂട്ടി 200 വരും. അപ്പം 712, 812, 812, 120 കൂടെ കൂട്ടിയാൽ മതി. 112 114 കൂട്ടണം. അപ്പോൾ എത്ര? 934 വരും. ടോട്ടൽ എത്ര? 914 × 100 ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? ഡിവൈഡ് ചെയ്ത് തുടങ്ങിക്കോളും, അല്ലാതെ രക്ഷയൊന്നുമില്ല. ഡിവൈഡ് ബൈ 934. 933 1620 എത്ര ആണോ? 1 തവണ പോകും. ഇനി 1620 934 കുറച്ചാൽ എത്ര? 686. അപ്പോൾ 686 റിമൈൻഡർ വരും. 0 ഇട്ട് കൊടുത്തോളാം. ഇനി 6860 എത്തിക്കാൻ നോക്കാം. 934 × 5 ചെയ്ത് നോക്കിയേ. 5 ചെയ്യുമ്പോൾ 934 × 10 ചെയ്യുമ്പോൾ എത്ര? 9340 വരും. അതിൻ്റെ പകുതി എടുത്താൽ മതി. 1000ൻ്റെ പകുതി 4500. 4500ൻ്റെ കൂടെ 150 കൂട്ടണം. അത് 150. അതായത് പകുതി 150. അപ്പം 4500, 100, 4600, 4600 സംതിങ് വരുന്നു. മനസ്സിലായി? അത് നമുക്ക് കാര്യമാക്കണ്ട. ഇനി 4600 സംതിങ് വരും. ഇനി അതിൻ്റെ കൂടെ എന്താ? 934 കൂട്ടിയാൽ നമുക്ക് 934 × 6 ചെയ്ത് കിട്ടും. അപ്പം 4, 3, 12, 1, 5234 വരിക. 16 ആണോ 17 ആണോ നമുക്ക് സംശയമുള്ളൂ. ഇനി 5200ൻ്റെ കൂടെ 1000 കൂടെ പോയാൽ 1000 കൂടെ കൂടി എത്രയാണ്? 6200 പോകും. 6800 ഉണ്ട്. അപ്പം 17 ആണ്. മനസ്സിലായി? 7 വരും. 934 × 7 ചെയ്താലാണ് 6800ൻ്റെ അടുത്തെത്തുക. 17 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അത്രയും ചെയ്താൽ മതി. 17 പോയിൻറ്റ് സംതിങ് ഓപ്ഷൻ ഉണ്ട്. മൊത്തം ചെയ്ത് കണ്ടുപിടിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിത്ത് റെസ്പെക്ട് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് ദ സെയിൽസ് ഓഫ് ദ വെഹിക്കിൾ ലോവസ്റ്റ് ഓവർ ദ ഗിവൺ പീരീഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയെടുക്കണം. അതായത് 1, 10, 100, 1000, 15 ലക്ഷം. സോം ചെയ്യാം. അപ്പോൾ എസ്റ്റിമേറ്റായിട്ട് കൂട്ടി വെക്കാം. 5 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം. ഇത് എത്ര? 22 ലക്ഷം രൂപ വരും. ഇവിടെ ഒരു 60,000, ഇവിടെ ഒരു 40,000 ഉണ്ട്. അപ്പോൾ എത്ര? 23 എടുത്തോ. അപ്പോൾ 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം. ഇവിടെ 80,000 കൂടി ചെല്ലുമ്പോൾ എത്രയാണ്? 26 ലക്ഷമായി. പിന്നെ ഈ 90,000, 70,000 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 1 ലക്ഷം കൂടെ കൂട്ടിക്കോ. 2 ലക്ഷം കൂട്ടിക്കോ. അപ്പോൾ 28 ലക്ഷം രൂപയായി. അപ്പോൾ എത്ര? 6 ലക്ഷം, 5 ലക്ഷം. അപ്പോൾ 11 6 17 ലക്ഷം. 17 ലക്ഷം 7 ലക്ഷം കൂടെ കൂട്ടി എത്ര? 24 ലക്ഷം രൂപയായി. ഇവിടെ എല്ലാം 6 ലക്ഷം രൂപ. അപ്പം 6 4 24 ലക്ഷത്തിന് പൊക്കത്തെ വരത്തുള്ളൂ. ഇത് 6 6 12, 12 10, 22, 22 4 6. പിന്നെ ഇവിടെ ഒരു 90,000 15,000 കൂട്ടിയാൽ 27. ഇവിടെ എന്ത് ചെയ്ത്? 27 ലക്ഷം രൂപയായി. ഇവിടെ 6 ലക്ഷം, 12 ലക്ഷം, 18 ലക്ഷം, 18ഉം 5ഉം 23 ലക്ഷം ഇപ്പം തന്നെയായി. ഇനി ഈ 80, 40 കൂടെ കൂട്ടിയാൽ 1 ലക്ഷം കൂടും. അപ്പം 24 ആയി. ഇവിടെ ഏറ്റവും കുറവ് കിട്ടുന്നതാണ് 23 ലക്ഷമാണ്.
അപ്പം 2010 ഏറ്റവും കുറവ് കേട്ടാണ്. 0 ഒന്നുകൂടെ കൂട്ടി വെക്കണം. 5 5 10 12 പിന്നെ 60,000 40,000 കൂടെ കൂട്ടിയാൽ 22 23 23 പിന്നെ ഒരു 23 40 വരുന്നുള്ള. ബാക്കിയെല്ലാം 24 മുപ്പത്തുള്ള എല്ലാം. അപ്പം ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ 2010. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ √11/3 ആണെന്നിരിക്കുന്നത്. അങ്ങനെയാണ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചത്. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ തന്നിട്ടുണ്ട്. എത്രയാണ്? √11/3 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കെ എന്ന് എടുത്തോളൂ. അങ്ങനെയാണ് ഇതിൻ്റെ റിവേഴ്സ്, അതായത് കോസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കാണാൻ എന്താ ചെയ്യണ്ടേ? √2 - k² ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര? √2 - കെയുടെ വാല്യൂ 11 - 3 ആണ്. ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 11 ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 11/9 ആവും. 9 ആവും. LCM എടുക്കുമ്പോൾ 18 - 11/9 വരും. √18 11 പോയാൽ എത്രയാണ്? √7 വരും. ഈ 3 റൂട്ടിന് പുറത്ത് പോയാൽ എത്രയാണ്? ഈ 9 റൂട്ടിന് പുറത്ത് പോയാൽ എത്രയാണ്? 3 വരും. √7/3 ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചു വെച്ചെന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം, കുറേ ട്രിഗണോമെട്രി ഇക്വേഷനൊക്കെ ഉപയോഗിക്കണം, എന്നാലേ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ സെയിം സംഭവം നമ്മൾ മോളൊരു ക്വസ്റ്റിനെ കണ്ടില്ലായിരുന്നു. അതേതായിരുന്നു? ഈ സംഭവം, അതായത് a-1/a 4 എന്ന് തന്നിട്ടുണ്ട്. a+1/a കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? √k² + 4 ചെയ്താൽ മതി. ഇതും അങ്ങനെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. √k² + 4 ആണെങ്കിൽ മറ്റേ എന്താണ്, ഇത് 2 - k² ആണുള്ളൂ. പഴയ ക്വസ്റ്റിലേക്ക് പോകും. എത്രയായിരുന്നു? 38 അല്ലായിരുന്നു. ഇതായിരുന്നു ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്താ, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിന് മാത്രമേ ആപ്ലിക്ക് ആവാത്തുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. അത് a + b = k, a - b = എത്രയാണ്? √2 - k² എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എക്ക് 3 2 കൊടുത്തു വിടാം. അപ്പോൾ കെയുടെ വാല്യൂ 5 വരും. -bയുടെ വാല്യൂ നമുക്കറിയാം. 3 - 2 പോയാൽ എത്രയാണ്? 1 ആണെന്നറിയാം. പക്ഷേ ഇതിനകത്ത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ എന്താ? √2 - 25 വരും. ചെയ്യുമ്പോൾ എത്രയാണ്? √-23 വരുന്നത്. അപ്പം ഇത് ആപ്ലിക്കബിൾ ഉണ്ട്. ഈ സംഭവം പൊട്ടത്തട്ട. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് മാത്രമേ അത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്ക് സ്കോർഡ് ബൈ ആയുഷ് ഇൻ ഓൾ സബ്ജക്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയുഷ് എത്ര? 88. അല്ലാതെ കൂട്ടാൻ പറ്റും നോക്കാം. ഈ രണ്ട് ഞാനിവിടെ ആക്കി. അപ്പോൾ 90 90 എത്രയാണ്? 180 180 80 80 കൂടെ കൂട്ടിയാൽ 160 പോയിട്ട് ഒരു 85 ഉള്ളൂ. അപ്പം 100 100 200 280 280 60 കൂട്ടി എത്രയാണ്? 340 340 80 കൂടെ കൂട്ടിയാൽ 420 കൂടെ 5 കൂടെ 425 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ഫാമിലി 75,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട്. അതെത്രയാണ്? 10% ഔട്ട് ഓഫ് വിച്ച് 10% സേവ്ഡ്. ഏണാണല്ലോ അല്ലേ? 75,000 രൂപ ഇൻകം ഉണ്ട്. അപ്പോൾ അതിനകത്ത് 10% സേവ് ചെയ്യുന്നുണ്ട്. 30% എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ. പിന്നെ 30,375 രൂപ സ്പെൻഡ് ഓൺ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിമൈനിങ് എമൗണ്ട് ഈ സ്പെൻഡ് ഓൺ ഫുഡ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഫുഡ് എക്സ്പെൻഡിച്ചർ ടു ദ ടോട്ടൽ ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 75,000 രൂപയുണ്ട് മൊത്തം. 10% പുള്ളി സേവ് ചെയ്യുക, സൂക്ഷിച്ച് വയ്ക്കുക. ബാക്കി എത്ര? 90% പുള്ളി ചിലവാക്കുന്നത്. അതിൽ തന്നെ 30% എഡ്യൂക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30% എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ഉള്ളത്? 70/100 ഇൻറ്റു ഇല്ലല്ലേ? ഇനിയിപ്പോൾ പൈസ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് ചെയ്യുമ്പോൾ എത്ര? ഇതൊന്നും വെട്ടിപ്പോയി, ഇതൊന്നും വെട്ടിപ്പോയി. 7 9 63 750 ഇൻറ്റു 63 ചെയ്യുമ്പോൾ എത്രയാണ്? 47,250 വരും. ഈ 47,250 നിന്ന് എന്താണ് ഹെൽത്തിന് 30,375 കുറയ്ക്കുന്നതാണ് പറഞ്ഞത്. അപ്പം 47,250 നിന്ന് എത്രയാണ്? 30,375 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 17,375 കുറച്ച് എത്രയാണ്? 17,625 വരും. അതിൻ്റെ കൂടെ എന്താ 250 കൂട്ടിയാൽ മതി. അപ്പം എത്രയാണ്? 16,875 വരും. 16,875 വരും. 16,875 എത്ര പെർസെൻറ്റേജാണ് കണക്ക് കൂട്ടണം. എന്താണ് കാൽക്കുലേറ്റീവ് ആണ്. 16,875 ഡിവൈഡഡ് ബൈ 75,000 ഇൻറ്റു 100. ഇനി 16,687 എടുത്തോ. 1687ലേക്ക് 750 എത്തിക്കണം. അപ്പം ഇൻറ്റു 2 കൊടുത്ത എത്ര? 750 ഇൻറ്റു 2 കൊടുത്ത എത്ര? 1500 വരുന്നറിയാം. 1500 1687 കുറച്ച് റിമൈൻഡർ 187 വരിക. അപ്പം 187 18 75 വരും. ഈ 5 ഞാൻ എടുത്ത് ഇവിടെ എഴുതി. ഇനി 1875 എത്തിക്കാൻ നോക്കണം. 750 എന്ത് 2 തന്നെ പോകുള്ളൂ. കാരണം 775 ഇൻറ്റു 3 ചെയ്താൽ എത്രയാണ്? 75 ഇൻറ്റു 3 ചെയ്താൽ 225 വരും. 2000ലേക്ക് പോകും. നമുക്ക് 1875 മതി. അപ്പോൾ 22 പോയിൻറ്റ് സംതിങ് ആണ്. മനസ്സിലായി? 22 പോയിൻറ്റ് സംതിങ് ഒറ്റ ഓപ്ഷനുള്ളൂ. 22.5 ആണ് ആൻസർ. കാൽക്കുലേറ്റീവ് ആണ്. മൊത്തം ഒന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. വിച്ച് ഓർഗനൈസേഷൻ ഹാവ് മാക്സിമം നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലോ. ഓർഗനൈസേഷൻ താഴോട്ട് നോക്കിയാൽ മതി. ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കിയാൽ 1800 700 1400. ഏറ്റവും ഏതാ? സി അല്ലേ? ഏറ്റവും ചെറുത് വരുന്നതാണല്ലോ മാക്സിമം ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 5800 5800 വരുന്നത് മാക്സിമം. മിനിമം എടുത്തത് ആവശ്യം. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ എമൗണ്ട് ഇഫ് എ സം ഓഫ് 6500 ഈസ് ബീങ് ബോറോഡ് അറ്റ് 10% ഇൻട്രസ്റ്റ് പെർ ആനം ഫോർ 2 years ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 10% പെർ ആനം. ഇതിനെ ഞാൻ 2 തവണയായിട്ടാണ് പിരിച്ചെടുക്കുന്നത്. അപ്പോൾ എത്ര? 5 6 മാസത്തിൽ 5 6 മാസത്തിൽ അടുത്ത 5. ഒരു വർഷത്തേക്ക് 10. ഇനി അടുത്തൊരു വർഷത്തേക്ക് 5 വെച്ച് പിരിച്ചെടുക്കും. ഇത് രണ്ടും സക്സസീവ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 10 10 പ്ലസ് 5 ഇൻറ്റു 5/100 വരും. എത്രയാണ്? 5/100 0.25 വരും. ഇവിടെ എന്താണ്? ഇതും 10.25 വരും. പിന്നെ 10.25 എമ്മി സക്സസീവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്രയാണ്? 10 + 10 20 20.5 പ്ലസ് 10.25 ഇൻറ്റു 10.25/100 വരും. അതെന്താണ്? ചെറിയൊരു ഉടായ്പ് കാണിക്കുകയാണെങ്കിൽ 0.25 കളഞ്ഞിട്ട് 10 × 10 മാത്രം എടുക്കുക. അപ്പം 100 വരും. 100/100 1 വരും. അപ്പം 20.5 പ്ലസ് 1 വരും. അതെത്രയാണ്? 21.5% മൊത്തം കൂടുന്നത്. അപ്പം 6500ൻ്റെ 21.5/100 എത്രയാണ്? ഇതൊന്നും വെട്ടിപ്പോയി. 65 × 21.5 ചെയ്ത് എത്രയാണ്? 1397.5 വരും. ഇത്രയും രൂപയാണ് കൂടുന്നത്. എത്രയില്ല? 6500. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ വരും 0.5 വരും. 7 9 5 3 8 6 7897. അത് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്പർ എത്രയാണ്? 7,900. നമുക്ക് 7,897 കിട്ടിയത്. അതാണ് ആൻസർ. ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ
2.4 times the number of days in which B and C together can do it എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞിരിക്കുന്നത് if A and B can together do the same piece of work in 27 days and C alone can do it in 75 days, then how many days will B take to do the piece of work alone ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് നേരിട്ട് ടൈമിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. അതായത് എയും ബി പ്ലസ് സിയും. എ എത്ര 2.4 ടൈംസ് ഫാസ്റ്റർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് 2.4 ഇത് 1. ബി പ്ലസ് സി 1 മണിക്കൂറും കൊണ്ട് ചെയ്യുമെങ്കിൽ അതിൻ്റെ 2.4 ഇരട്ടി സ്പീഡ് ആണ് എ തന്നെ ചെയ്യുന്നത്. അപ്പം ഞാൻ പോയിൻ്റ് മാറ്റാൻ എന്ത് ചെയ്യണ്ടേ, രണ്ട് സൈഡിലും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ എടുക്കുക. അപ്പം 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ഇയാളെന്താണ് 24 ദിവസം കൊണ്ട് ചെയ്യും. അടുത്ത് വന്നിരിക്കുന്നത് എന്താ, ഇനി എ ആൻഡ് ബി ക്യാൻ ഡു ദ പീസ് ഓഫ് വർക്ക് ഇൻ 27 ദിവസം. എ പ്ലസ് ബി എന്ന് പറയുന്നത് 27 ദിവസം കൊണ്ട് ചെയ്യും. തീർന്നില്ല, സി എല്ലാം ക്യാൻ ഡു ഇറ്റ് ഇൻ 75 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സി 75 ഡേയ്സ് കൊണ്ട് ചെയ്യും. ഈ തന്നെ ഈ ജോലി ചെയ്ത് വെക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഇത് രണ്ട് ഇത്രയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഡേ ആണ് തന്നേക്കുന്നത്, ഇതെന്ന് പറയുന്നത് എഫിഷ്യൻസി ആണ് തന്നേക്കുന്നത്. കാരണം എന്താ 2.4 ടൈംസ് അവിടെ ഡേയ്സ് തന്നെയാണ് തന്നേക്കുന്നത്. പക്ഷെ എന്താ ടോട്ടൽ വർക്ക് ചെയ്യാനുള്ള ഡേയ്സ് അല്ല തന്നേക്കുന്നത്. ജസ്റ്റ് 2.4 ഡേയ്സ് കൂടുതൽ എടുക്കുന്നത് തന്നിട്ടുള്ളൂ. ആ വർക്ക് ചെയ്യാൻ മൊത്തം വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM എടുത്താലേ നമുക്ക് എന്താ ടോട്ടൽ വർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 75ഉം 27 LCM എടുക്കാൻ നേരത്തെ എന്താ ഈ 75-നെ വെച്ച് നോക്കുമ്പോൾ 27-ന് എന്താ കുറവുള്ളത്. 27-ന് 9 × 3 എനിക്ക് എഴുതാം. 75-ന് എന്താ 25 × 3 എനിക്ക് എഴുതാം. അപ്പം 75-നെ വെച്ച് നോക്കുമ്പോൾ 27-ൽ എന്താ കുറവ്, ഒരു 25 കുറവുള്ളൂ. അപ്പോൾ ഇതാണ് LCM. ഞാൻ പറഞ്ഞ് മനസ്സിലായെങ്കിൽ 27-ന് 75-നെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് 9 × 3 എന്ന് എഴുതാം. ഇവിടെ 25 × 3 എന്ന് എഴുതാം. 3 കോമണാണ്. 27-നെ വെച്ച് നോക്കുമ്പോൾ ചെറുതിനെ നമുക്ക് എങ്ങനെയെങ്കിലും 75 എത്തിക്കുക, അല്ലെങ്കിൽ 75-ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ എത്തിക്കുക എന്നാണ് LCM-ൻ്റെ ഉദ്ദേശം. ഇത് കമ്പയർ ചെയ്യുമ്പം എന്താണ് 25 ഇവിടെ കുറവുള്ളൂ. ആ 25 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് LCM. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? ഇത് ഡിവൈഡ് ബൈ 27 ചെയ്യുമ്പോൾ 9 × 3 വെട്ടിപ്പോയിട്ട് ഇവരുടെ എഫിഷ്യൻസി ഇയാളുടെ എഫിഷ്യൻസി 25 വരും. ഇനി 75 ഇതിൻ്റെ താഴെ 75-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 × 3 × 25 ഡിവൈഡ് ബൈ 75 ചെയ്യുമ്പോൾ എത്രയാണ്? ഈ 25 × 3 75 വെട്ടിപ്പോയിട്ട് ഇവരുടെ എഫിഷ്യൻസി 9 ആവും. ഇവിടെ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കിട്ടി? പ്ലസ് ബിയുടെ എഫിഷ്യൻസി 25 കിട്ടി. ഇനി സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 9 കിട്ടി. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത്? 25-ഉം 10-ഉം 35 1 പോയാൽ 34 വരും. ഇവിടെ ഇത് ടൈമിൻ്റെ റേഷ്യോ തന്നേക്കുന്നത്. ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ത് വരും? തിരിച്ചു വരും. അതായത് ഇങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും. 10:24 വരും. ഇവിടെ കൂട്ടുമ്പം എന്താ വരുന്നത്? 24-ഉം 10-ഉം കൂടെ കൂട്ടിയാൽ 34 വരും. അപ്പം ഇത് തന്നെയാണ് കറക്റ്റ് റേഷ്യോ എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഇത് തന്നെയാണ് കറക്റ്റ് റേഷ്യോ. കാരണം എന്താ ഇവിടെ 2 34 കിട്ടുന്നുണ്ട്. എനിക്ക് എയുടെ റേഷ്യോ എത്രയാണ്? 10 എന്നറിയാം. സിയുടെ റേഷ്യോ എത്രയാണ്? സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 9 എന്ന് പറയാം. എ പ്ലസ് ബി പ്ലസ് സിയുടെ റേഷ്യോ എത്രയാണ്? 34 എന്ന് പറയാം. പ്ലസ് ബി പ്ലസ് സിയുടെ റേഷ്യോ 34 എന്ന് പറയാം. അപ്പോൾ ഈ 34-ന്ന് ഈ 19 കുറച്ച് വിട്ടാൽ എത്രയാണ്? ബിയുടെ റേഷ്യോ കിട്ടും എനിക്ക് 15 എന്ന് കിട്ടും. ടോട്ടൽ വർക്ക് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് 9 × 3 × 25. അതേ ബൈ 15 ചെയ്താൽ മതി. അപ്പോൾ 9 × 3 × 25 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ എത്രയാണ്? 3 5 15 5 5 25. അപ്പോൾ 9 5 45 കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി. ആദ്യം പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇവിടെ ആദ്യം ഞാൻ ഇത്
ഇതിൻ്റെ കൂടെ ടോട്ടൽ വർക്ക് എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് ആദ്യം റേഷ്യോയില്ല തന്നിരുന്നത്. നമുക്ക് കറക്റ്റ് വാല്യൂ അറിയത്തില്ലല്ലോ. ഇത് കറക്റ്റ് ഇത്രയും ദിവസം തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതെന്താ, ഇത് 2.4 ടൈംസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്ത് വന്നപ്പോൾ രണ്ടും ഒരേ റേഷ്യോയിലായതുകൊണ്ട് നമുക്ക് കിട്ടി. ഒരു റേഷ്യോയിൽ തന്നെ വന്നാൽ മാത്രമേ നമുക്ക് ഈ എയുടെ എഫിഷ്യൻസി 10 എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. 2.4 ടൈംസ് എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് റേഷ്യോയിൽ ഡിവൈഡ് ആവുന്ന പോലെ ക്വസ്റ്റ്യൻ ഇട്ടത്. അതാണ് ഞാൻ ആദ്യം ഇത് ടോട്ടൽ വർക്ക് എടുക്കാൻ 10 എടുക്കാമായിരുന്നു. ആകെ 27 75 മാത്രമേ LCM എടുത്ത് മുമ്പോട്ട് പോയത്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 43ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സർക്കിൾ ടച്ച് എക്സ്റ്റേണലി എന്ന് പറഞ്ഞേക്കുന്നത്. 2 സർക്കിളെന്ന് വരയ്ക്കാം. അപ്പം ഇത് മീറ്റിംഗ് പോയിൻ്റ് എത്രയാണ്? മീറ്റിംഗ് പോയിൻ്റ് തന്നേക്കുന്നത് C എന്നാണ് തന്നേക്കുന്നത്. ഇനി ഒരു കോമൺ ടാൻജൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, അതേതാ, ഇങ്ങനെ ഒരു കോമൺ ടാൻജൻ്റ്. ഇതിവിടെ മുട്ടുവേ. CAB എത്രയാണ്? 55 തന്നേക്കുന്നത്. അപ്പം CAB, ഇത് ടാൻജൻ്റ് AB. ഈ ആംഗിൾ എത്ര തന്നേക്കുന്നത്? ഇത് 55 ഡിഗ്രി തന്നേക്കുന്നത്. അവിടെ ചോദിച്ചിരിക്കുന്നത് ACB, ഈ ആംഗിൾ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനെന്താ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇങ്ങനെ ഒരു വര വരച്ചാൽ എന്താ ഗുണം, ഈ സൈഡും ഈക്വലാണ്. അത് ടാൻജൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, കോമൺ ടാൻജൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാനത് ഇവിടെ C' എന്ന് പേര് കൊടുക്കുക. അപ്പം ഈ ഒരു ട്രയാങ്കിൾ AC' എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താ, ഐസോസെലസ് ആയി. കാരണം എന്താ, ഈ 2 സൈഡ് ഈക്വലാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് സെയിം ആണെങ്കിൽ എന്താ, ഐസോസെലസ് ആവും. ഈ 2 ആംഗിളും ഈക്വലാവും. അപ്പോൾ ഈ 55 എന്നുള്ള സെയിം ആംഗിൾ തന്നെ എന്താ ഇവിടെ വരുന്നത്, 55 വരും. അങ്ങനെയാണെങ്കിൽ ആ AC''യുടെ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റേ. കാരണം എന്താ, സമ്മ എത്ര 110 വരത്തുള്ളൂ. അപ്പോൾ 55 110 വരും. ട്രയാങ്കിളിലെ മൊത്തം ആംഗിളിൻ്റെ സമ്മ 180 എന്നറിയാം. അപ്പോൾ 180 110 പോയാൽ എത്രയാണ്, 70 വരും. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര, ഇതെനിക്ക് ഈ C' എന്ന് പറയുന്ന ആംഗിൾ എനിക്ക് 70 എന്ന് കിട്ടി. അപ്പോൾ അത് 70 ആണെങ്കിൽ എനിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റേ. 70ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലോ 180 വരുന്നത്, 110. അപ്പം എനിക്ക് ഈ ആംഗിൾ 110 എന്ന് കിട്ടി. നമ്മൾ ഇവിടെ ഉപയോഗിച്ച അതേ പ്രോപ്പർട്ടി തന്നെ. ഈ 2 സൈഡ് ഈക്വലാണ്. അപ്പോൾ ഈ 2 ആംഗിൾ സെയിമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് സൈഡ് എത്രയാണ്, 180 വരികയും ചെയ്യും. അപ്പം ഈ 110 + 2x = എത്രയാണ്, 180 വന്നു. x = എത്രയാണ്, 180 110 പോയി 70 വരും. x = 70/2 35 എന്ന് വരും. എനിക്ക് ഈ ആംഗിൾ എത്രയാണ്, 35 എന്ന് കിട്ടി. ഇത് ഇവിടം വരെ 55, ഇവിടെ വരെ 35 ആണെങ്കിൽ ACB കാണാൻ എന്ത് ചെയ്യേണ്ട, അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 55 35 കൂടെ കൂട്ടുക. അപ്പം 5 3 8 1 9 90 ആൻസർ കിട്ടും. ബേസിക് ട്രയാങ്കിളിലെ റൂൾ ഉപയോഗിച്ചുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് 10th grade ബോയ്സ് ഹു ആർ നോട്ട് എൻറോൾഡ് ഇൻ സയൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എൻറോൾഡ് ഇൻ സയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 30 കൂട്ടണം. അപ്പോൾ എത്ര, 50 പേരുണ്ട് ബോയ്സും ഗേൾസുമായിട്ട്. മൊത്തം എത്ര സ്റ്റുഡൻസ് ആണുള്ളത്, ഇവിടെ 50 ഉണ്ട്. 75 75 20 95. അപ്പോൾ 95 പേരിന് 50 പേര് സയൻസ് എടുത്തിട്ടില്ല. അപ്പോൾ 50/95 അതിൻ്റെ 100 എടുക്കുമ്പോൾ എത്രയാണ്, ഞാനിവിടെ രണ്ടിടത്തും 5 കൊണ്ട് വെട്ടുവാണെങ്കിൽ എത്രയാണ്, ഇവിടെ 10 വരും, ഇവിടെ 19 വരും. 10/20 എന്ന് പറയുമ്പോൾ 50% ആയിരുന്നേ. അപ്പോൾ 19 ആകുമ്പോൾ എത്ര, 50% മുകളിൽ വരും. എവിടെ തെറ്റിപ്പോയല്ലോ. 10th grade ബോയ്സിൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ മൊത്തം പേരെ എടുത്തു. അപ്പം അതാണ് തെറ്റിപ്പോയത്. ബോയ്സ് എത്രയാണ്, ബോയ്സ് 20 പേരാണ്. നോട്ട് എൻറോൾഡ് ഇൻ സയൻസ് 20 പേരാണ്. 20/95 × 100. അപ്പോൾ ശരിയാവും. രണ്ട് സൈഡിലും 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര, 5 4 20. ഇവിടെ 19 വരും. ഇപ്പോഴും ആൻസർ കിട്ടുന്നില്ല, എന്താ കുഴപ്പമുണ്ടോ? ഓക്കെ, ബോയ്സിൻ്റെ കാര്യം മാത്രമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താ
20 പേര് എടുത്തിട്ടില്ല. മൊത്തം എത്ര പേരുണ്ട്? ഈ ബോയ്സിൻ്റെ കൂടെ മാത്രം എഴുതാൽ മതി. 20 25 എത്ര? 45 × 100. അപ്പം 4 9 4/9 പെർസെൻറ്റേജ് വാല്യൂ എത്രയാണ്? 44.44. ഇതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ചെയ്യാം. പറഞ്ഞത് ഇഫ് ദ ടോട്ടൽ 1200 kg ഓഫ് ഫ്രൂട്ട്സ് വെർ സോൾഡ് ഇൻ എ ഡേ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ഓഫ് ഗ്രേപ്സ് ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രേപ്സ് എന്താ? ഈ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് എന്താ? മഞ്ഞ കളറുമാണ്. 15% 5% കുറച്ച് എത്രയാണ്? അല്ല, 15% 10% കുറച്ച് എത്രയാണ്? 5% കിട്ടും. 100% വാല്യൂ എത്രയാണ്? 1200 ആണെങ്കിൽ 5% വാല്യൂ എത്രയാണ്? 5 × 12 ഇപ്പം 60 കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ 2019 ഇൻ ഓർഗനൈസേഷൻ ബി ആൻഡ് ഇ ടേക്കൺ ടുഗദർ ദാറ്റ് ഇൻ 2021 ഇൻ ദ സെയിം ഓർഗനൈസേഷൻ ആയി ചെയ്യുന്നത്. 2019 2021 എടുക്കാൻ. ഡിയും ഇയും 7000 6600 രണ്ടും കൂടെ കൂട്ടി എത്ര? 6 7 13. 2019 2021 എടുക്കുമ്പോൾ എത്ര? 8000 7600 എത്ര? 0 0 6 8 7 15. 0 0 കട്ട് ചെയ്ത് പോയി. ഇവിടെ ഞാൻ രണ്ടിടത്തും 4 കൊണ്ട് വെട്ടുവാണെങ്കിൽ എത്രയാണ്? 39 34:39 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ? ഈ ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസിക്കൽ 2 എന്നുണ്ട്. തീറ്റ ഈസ് എൻ അക്യൂട്ട് ആംഗിൾ. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 tan raised to 25 theta plus 3 cot raised to 20 theta plus 5 into tan raised to 30 theta into cot raised to 15 theta എന്ന് പറഞ്ഞേക്കാൻ. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. എന്താ? കോട്ടിന് എന്താ? 1/tan theta എന്ന് എഴുതിക്കൂടെ? അപ്പം തന്നേക്കുന്നത് എന്താ? tan theta പ്ലസ് 1/tan theta വാല്യൂ 2 എന്ന് തന്നേക്കുന്നത്. എപ്പോഴാണോ എക്സ് പ്ലസ് 1/x 2 ആവുന്നത്, എക്സിൻ്റെ വാല്യൂ എന്താ? ഇപ്പോഴും 1 ആയിരിക്കും. ഇത് 1 ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആവും. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 2 tan 25 തീറ്റ പ്ലസ് 3 cot 20 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3 × 1/tan raised to 20 തീറ്റ എന്ന് എഴുതി കൂടെ. ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്? ഇവിടെ 2 ആവും. 2 + 3 ആവും. അപ്പോൾ 5 ആവും. അപ്പോൾ ഇത് മൊത്തം എന്താ? ഇത്രയും 5 ആവും. അതല്ല, ഇത്രയും എന്താ? 5 ആവും. 1/25 ചെയ്താലും എന്താ? 1 തന്നെ വരുന്നത്. ഇവിടെ 1/20 ചെയ്താലും എന്താ? 1 തന്നെ വരുന്നത്. അപ്പോൾ ഈ 2ഉം 3ഉം മാത്രമേ ബാക്കി വരുന്നുള്ളൂ. അത് കൂട്ടി ഞാൻ 5 എന്ന് എഴുതി. ഇവിടെ എന്താ? 5 tan raised to 30 തീറ്റ ഇൻറ്റു cot 15 raised to തീറ്റ എന്താവും? അങ്ങനെ തന്നെ ആവും. ഒന്നുകൂടെ വേണം എഴുതി കാണിക്കാത്. 5 × tan raised to 30 തീറ്റ ഇൻറ്റു 1/tan raised to 50 തീറ്റ എന്താവും? 1/30 ചെയ്താൽ 1 തന്നെ വരും. 1/15 ചെയ്താൽ 1 തന്നെ വരും. എന്താ? ബാക്കി 5 തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് 5 ഇത് 5 5 5 10 ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ PQR S is the മിഡ് പോയിന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഓൺ ദ സൈഡ് QR സച്ച് ദാറ്റ് QR is equal to 3QS. അത് വരച്ച് നോക്കേണ്ടി വരും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വരയ്ക്കാം. PQR. S is the point on QR എന്ന് പറഞ്ഞേക്കുന്നത്. റേഷ്യോ അതാണ് പറഞ്ഞേക്കുന്നത്. QR = 3QS എന്ന് പറഞ്ഞേക്കുന്നത്. QR = 3QS. അപ്പം QR/QS എടുത്താൽ എത്രയാണ്? 3:1 വരും. QR എത്രയാണ്? ഇത് മൊത്തം 3 ആണെങ്കിൽ QS എത്രയാണ്? 1 വരും.
പി ക്യു എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് പി എസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. പി എസ് അതായത് ഇത്രയും. അപ്പം നമ്മളെടുത്ത ചെറിയൊരു തെറ്റുണ്ട്, അതെനിക്ക് ഇങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അതായത് ഇത് ഇക്വലേറ്റർ ട്രയാങ്കിളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ സൈഡും 9 വരത്തുള്ളൂ. അപ്പം ക്യു ആറിൻ്റെ ലെങ്ത് എത്രയാണ്? അത് 3 ആണ്. ഇനി ക്യു എസിൻ്റെ എത്രയാണ്? അത് 1 ആണ്. ഇങ്ങനെ തന്നെയല്ല നമ്മൾ നേരത്തെ എടുത്തത്, തെറ്റൊന്നുമില്ല. ഈ 3ൻ്റെ വാല്യൂ എത്രയാണ്? ഈ 3ൻ്റെ വാല്യൂ 9 വരും. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 വരും. ഈ ഇത്ര ക്യു എസിൻ്റെ ലെങ്ത്ത് 3ഉം ക്യു ആറിൻ്റെ ലെങ്ത്ത് 9ഉം ആണ്. ഒരു കാര്യം ഓർക്കേണ്ട, ഇത് 60 ഡിഗ്രിയാണ്. കാരണം ഇക്വലേറ്റർ ആംഗിൾ എല്ലാ ആംഗിളും 60 ആയിരിക്കും. ചെയ്യാനുള്ളത് നമ്മൾ കൊസൈൻ റൂൾ എന്ന് പറഞ്ഞ റൂളാണ് ഉപയോഗിക്കുന്നത്. ഇതധികം നമ്മൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ല. ആംഗിൾ 6 cos 60 ആയിട്ട് എടുക്കുക. cos 60 ഈക്വൽ ടു ഈ ട്രയാങ്കിളിനകത്തെ കാര്യം പറയുന്നത് ഏത് ട്രയാങ്കിൾ? PRS. ജസ്റ്റ് ഒന്ന് ABC എന്നൊന്ന് മാർക്ക് ചെയ്യുക. ചുമ്മാ ഈ ഫോർമുല എഴുതി കാണിക്കാം. A² + C² - B² ഡിവൈഡഡ് ബൈ 2AC ആണ്. തെറ്റിപ്പോയി, അങ്ങനെയല്ല, ഒന്നുകൂടി എഴുതാം. അതായത് A² + B² - C² ബൈ 2AB ആണ്. നമുക്കിവിടെ എന്താ C² കാണണ്ട. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ നേരത്തെ എന്താ cos 60യുടെ വാല്യൂ എത്രയാണ്? 1/2. ഇനി A² വാല്യൂ എത്രയാണ്? അത് 9 ആണ്. 9² എടുക്കാം. പിന്നെ B² വാല്യൂ എന്താ? ഇത് മൊത്തം 9 ആണ്, ഇത്രയും 3 ആണ്. അപ്പോൾ എത്രയാണ്? ഇത് 6 വരും. 6² - C² ആണ് നമുക്കറിയാത്തത്. അത് C² തന്നെ ഇട്ട് പോകാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു AB എത്രയാണ്? 9 ഇൻറ്റു 6. എന്താ 2 2 കട്ട് ചെയ്ത് പോയി. 9 6 എത്രയാണ്? 54 ഈക്വൽ ടു 81 പ്ലസ് എത്രയാണ്? 36 - C² വരും. C² അങ്ങോട്ട് വിട്ടിട്ട് 54 ഇങ്ങോട്ട് കൊണ്ടുവന്നത് എത്രയാണ്? C² ഈക്വൽ ടു 81 പ്ലസ് 36 മൈനസ് 54 വരും. ഇത് ചെയ്യുമ്പോൾ C² വാല്യൂ എത്രയാണ്? 63 എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ എത്രയാണ്? √63. √63 ആണ് കറക്റ്റ് ആൻസർ. 48ാമത്തെ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ജിയോമെട്രി പഠിക്കുന്നുണ്ടെങ്കിലും എന്താണ് പരീക്ഷിക്കുന്ന അങ്ങനെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരാറില്ല. ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ₹1596 ഈ സാധനം വിറ്റപ്പോൾ അയാൾക്ക് 24% ലോസ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ? 100 ൽ നിന്ന് 24 പോയ 76% വാല്യൂ ആണ് 1596 എന്ന് തന്നേക്കുന്നത്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1596 ഡിവൈഡ് ബൈ 76 വരും. അത് എത്രയാണ്? 21 ആണ്. അപ്പം 100% വാല്യൂ 2100 ഇതാണ് കോസ്റ്റ് പ്രൈസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? അയാൾക്ക് 24% ലാഭത്തിൽ വിൽക്കണം. അപ്പം 124% വിൽക്കണം. 21 × 24 ഇത് എത്രയാണ്? 4 1s 4 8 2 1 4 1 5 504 രൂപ കൂടുതലിട്ട് വിൽക്കണം. 1100 504 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 2604 രൂപയാണ് വേണ്ടത് വിൽക്കാൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ ലീസ്റ്റ് നമ്പർ വെൻ ഡബിൾഡ് ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12 14 16 18 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. LCM എടുത്തോളാം ആദ്യം തന്നെ. അപ്പം 12 14 16 18. അപ്പോൾ 12ഉം 16ഉം കാണുമ്പോൾ തന്നെ അറിയാം LCM എന്താ? 48 ആണ്. 14ഉം 18ഉം കൂടെ കണ്ടാൽ മതി. 14 18. എന്താണ് 7 × 2 എന്ന് എഴുതി. ഇത് 9 × 2 എന്ന് എഴുതി. ഇപ്പോൾ 2 എന്താണ്? ഇത് രണ്ടിലും ഉണ്ട്. അപ്പം 2 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, വെട്ടിക്കളഞ്ഞിട്ട്. ഇനി ഇവിടെ
9 എന്താണ്, എനിക്ക് 3 × 3 എന്ന് എഴുതണം. അപ്പോൾ ഓൾറെഡി ഒരു 3 ഉണ്ട്. 16 × 3 ചെയ്യുമ്പോൾ 48. 48 ഓൾറെഡി ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 3 കൂടെ ആഡ് ചെയ്യാൻ മതി. അപ്പോൾ ഈ ഒരു 3യും ഒരു 7 കൂടെ കൊണ്ട് ആഡ് ചെയ്താൽ മതി, അല്ല മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ LCM വരുന്നത്. 7 3 21. 48 × 21 ചെയ്താൽ മതി LCM കിട്ടാൻ. 8 8 4 12 1 തെറ്റിപ്പോയി, ഒന്നുകൂടി ചെയ്യാം. അതായത് 8 8 4 1s are 4, 8 2s are 16 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 20 വരും. 2 4 2s are 8. 1008 ഇതിൻ്റെ എല്ലാത്തിൻ്റെ LCM വരുന്നത്. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 1008. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, വെൻ ഡബിളിലത്തെ കാര്യം പറഞ്ഞത്. അപ്പം /2 കൊടുക്കുക. 1008 പകുതി എന്ന് പറഞ്ഞാൽ എത്ര, 504. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. നമ്മൾ മാത്സിലെ ഫുൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു.